തലശ്ശേരി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ വിഷ്ണു പ്രദീപ് IPS, ഹാഫീസ് ജോയിന്റ് സെക്രട്ടറി പ്രസീദ് കുമാർ, കോർഡിനേറ്റർ നോഫൽ കോറോ, ഹാഫീസ് ഉപദേഷ്ടാവും തലശ്ശേരി ഡെപ്യൂട്ടി തഹസിൽദാറുമായ പ്രശാന്ത് കുമാർ, പിണറായി അസിസ്റ്റന്റ് കമ്മീഷണർ സെവിൽ സാർ, കതിരൂർ SI ബിന്ദുരാജ് സാർ, ഡോക്ടർ ദീപ്തി മാഡം, പ്രിയപ്പെട്ട കൂട്ടായ്മയിലെ അംഗങ്ങളെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, തലശ്ശേരിയിലും പരിസരത്തും വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിന്റെ ഉപയോഗവും വിൽപ്പനയും സൈബർ കുറ്റകൃത്യങ്ങളും ജീവിത ശൈലി രോഗങ്ങളും ഗണ്യമായ തോതിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നിരവധി സാമൂഹിക, സാംസ്കാരിക, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന DMB ഹാപ്പീസ് എന്ന കൂട്ടായ്മ ലോക ലഹരി വിരുദ്ധ ദിനമായ ഇന്ന് ഒരു സെമിനാർ നടത്താൻ തീരുമാനിച്ചത്. വൈദ്യത്തിൽ പോകാൻ സാധ്യതയുള്ള നമ്മുടെ മക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ ഈ സെമിനാർ പ്രയോജനപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. നാളെയുടെ വാഗ്ദാനങ്ങളായ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ ഓരോരുത്തരും സ്വമേധയോ പ്രേരണ മൂലമോ മയക്കുമരുന്നിന്റെയും കുറ്റകൃത്യങ്ങളുടെയും ഇടയിലേക്ക് പോകില്ല എന്ന് ആത്മാർത്ഥമായി മനസ്സിൽ ദൃഢപ്രതിജ്ഞ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം നാളെയുടെ സമൂഹത്തിലെ മിന്നുതാരങ്ങളാകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടി SLC +2 ഉന്നത വിദ്യ കരസ്ഥമാക്കിയ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ മക്കൾക്ക് ഉപഹാരവും ക്യാഷ് അവാർഡും ഈ വേദിയിൽ വെച്ച് വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ 16 മാസത്തെ ഗ്രൂപ്പിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വിദേശത്തു നിന്ന് ചുക്കാൻ പിടിച്ച ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട പ്രസിഡന്റ് സെലിം പാലിക്കടിക്കും ആത്മാർത്ഥമായ പ്രവർത്തനമാണ് അദ്ദേഹം ഈ കാണുന്ന പ്രവർത്തനത്തിന് സഹായിച്ചത് എന്ന കാര്യം നിങ്ങളെ അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി അധ്യക്ഷ വഹിക്കുന്നത് ഹാഫീസ് ജോയിന്റ് സെക്രട്ടറി പ്രസീദ് കുമാറാണ്. അദ്ദേഹത്തിന് ആദ്യമായി ഈ പരിപാടി സ്വാഗതം പറയുന്നു. ഇന്നത്തെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് തലശ്ശേരി SCP വിഷ്ണു പ്രദീപ് IPS ആണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുക്കുന്നത് പിണറായി റേഞ്ച് എക്സൈസ് ഓഫീസർ സിവിൽ സാറാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് പ്രാഥമികമായി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഇവിടെ എത്തിയില്ല, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. സൈബർ കുറ്റകൃത്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് കതിരൂർ SI ബിന്ദുരാജ് സാറാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ദീപ്തിയാണ്. മാഡത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർക്കും ഏതാനും നിമിഷങ്ങൾക്കും എത്തിയിരുന്നു. വേദിയിലിരിക്കുന്ന DMB ഹാപ്പീസ് ഉപദേഷ്ടാവ് പ്രശാന്ത് കുമാറിനും കോർഡിനേറ്റർ നോഫൽ കോറത്തിനെയും ഇത് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, ഈ സെമിനാർ വീക്ഷിക്കാനെത്തിയ മുഴുവൻ ആളുകൾക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ജോയിന്റ് സെക്രട്ടറി പ്രസീദ് കുമാറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട സ്വാഗത സർ, നമ്മുടെ ഈ പരിപാടിയിലെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന തലശ്ശേരി SCP വിഷ്ണു പ്രദീപ്, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, നമ്മുടെ തലശ്ശേരി DMBയുടെ 1981-86 കാലഘട്ടങ്ങളിൽ DMB പഠിച്ച വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ DMB ഹാപ്പീസ് 2021 സെപ്റ്റംബർ 22-ാം തീയതി നമ്മുടെ ആദ്യമായി ഈ ഇതിന് തുടക്കം കുറിക്കുകയാണ്. അതിന് തുടക്കം കുറിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ സെലിം പാലക്കണ്ടി, നമ്മുടെ പ്രസിഡന്റാണ്. അദ്ദേഹമാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. അന്ന് ഏകദേശം ഒരു 17 മെമ്പർമാരെ വെച്ച് തുടങ്ങിയ ഈ കൂട്ടായ്മ ഇന്ന് ഈ അവസരത്തിൽ 157 മെമ്പർമാരുമായി അതിശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും നല്ല സഹകരണമാണ് ഈ കൂട്ടായ്മ ഇത്രയും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മുടെ ഈ കൂട്ടായ്മ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ മെമ്പർമാർക്കുള്ള ക്ഷേമത്തിന് വേണ്ടിയിട്ടും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അവരുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും എല്ലാം ചുക്കാൻ പിടിക്കുന്ന EMB ഹാർട്ട്ബീറ്റ്സ് നല്ല നിലയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതിനെ നമ്മുടെ ഏറ്റവും കൂടുതൽ ഉപദേശകനായിട്ട് നിൽക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ പ്രശാന്ത് സാറാണ്. പ്രശാന്തിനെ എത്ര അകമഴിഞ്ഞ് പ്രശംസിച്ചാൽ മതിയാവില്ല. ഈ അവസരത്തിൽ പ്രശാന്തിനെ എന്താ പറയുക 3 ദിവസമായി തീരെ സുഖൂലായിട്ട് കിടക്കുകയാണ്. എന്നാലും EMBയുടെ പരിപാടി എന്ന നിലയിൽ അത്രയും അർജന്റായിട്ട് മുമ്പ് ഇവിടെ വന്ന് ഇതിൽ പങ്കെടുത്തു. നമ്മുടെ ഏറ്റവും വലിയ ഉപദേശകനാണ്. നമുക്ക് എന്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും പറഞ്ഞിരുന്ന ഏറ്റവും നല്ല ഉപദേശകനാണ് നമ്മുടെ പ്രശാന്ത്. അതുപോലെ നമ്മുടെ ഈ EMB ഹാർട്ട്ബീറ്റ്സിന് ഒരു നല്ലൊരു കമ്പനിയുണ്ട്. അതിൻ്റെ പ്രസിഡന്റാണ് സലീം പാലക്കണ്ടി. നമ്മുടെ രക്ഷാധികാരിയാണ് മുഹമ്മദ് മുസ്തഫ. വൈസ് പ്രസിഡന്റുമാരായി നമ്മുടെ ഗിരീഷ് മിയൻ, മുനീസ് ഹറയിലടുത്ത്. ജോയിന്റ് സെക്രട്ടറിമാരായി അജിയൻ, സിദ്ദിഖ് ചെറുവക്കര, പ്രസിൽ കുമാർ. ട്രഷറായി ശ്രീപാൽ PC. നല്ലൊരു അടിയുറച്ചൊരു കമ്പനിയായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോയിരിക്കണം. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം, നമ്മുടെ EMB ഹാർട്ട്ബീറ്റ്സിലെ അംഗങ്ങളെ ഇന്ന് ഏകദേശം ഞാൻ പറഞ്ഞ 157 ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇവിടെ എത്തിയ ചുരുക്കാളുകളെ എത്തിയിരുന്നു. നമ്മളൊരു പരിപാടി ആസൂത്രണം ചെയ്യുമ്പോൾ അതിൻ്റെ അമരക്കാരായ എല്ലാവരും നിങ്ങളെല്ലാം പ്രതീക്ഷിച്ചതാണ് ഇങ്ങനെയുള്ള വലിയ ഹോളുകളും ഇതെല്ലാം ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സഹമഴിഞ്ഞ സഹകരണം ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികൾ വിജയിച്ചു കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല നിലയിൽ എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഈ EMB ഹാർട്ട്ബീറ്റ്സിനെ ഇനിയും ഉന്നമനത്തിലെത്തിക്കണമെന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് നമ്മുടെ ACP വിഷ്ണുപ്രതീർ അവരുടെ സദർശനം സ്വാഗതം ചെയ്യാൻ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച എല്ലാ കുട്ടികൾക്കും എൻ്റെ അനുമോദനങ്ങൾ അറിയിക്കുകയാണ്. മുമ്പ് ഇതുപോലെ പല അനുമോദന സ്കൂൾ കാലഘട്ടത്തിൽ ഇതുപോലെ അനുമോദന ചടങ്ങുകളൊക്കെ ഇങ്ങനെ പോയിരിക്കുന്ന ഒരു സാധാരണ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. കാഞ്ഞങ്ങാട് ഉല്ലാസത്തിൻ്റെ സ്കൂളാണ് ഞാൻ പഠിച്ചത്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ ഞാൻ കാണുന്നത്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഈ സിവിൽ സർവീസ് എക്സാം എന്താണെന്നോ അതിനെപ്പറ്റിയൊരു അനുഭവം തന്നെ വളരെയധികം കുറവുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തോന്നിയൊരു ആഗ്രഹമായിരുന്നു, ചെറിയൊരു മോഹമായിരുന്നു ഈ സിവിൽ സർവീസ് എക്സാം എന്നുള്ളത്. പക്ഷെ അന്ന് അതിനെപ്പറ്റി വലിയൊരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അത് ചോദിച്ചപ്പോൾ നമുക്കൊന്നും പറ്റാത്തൊരു എക്സാം എന്നുള്ള രീതിയിലായിരുന്നു പലരും പറയുന്നുണ്ടായത്. ഞാൻ പിന്നീട് എഞ്ചിനീയറിംഗ് എടുക്കുകയും ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ചെന്നൈയിലും ബാംഗ്ലൂരിലും ജോലി ചെയ്ത് വരികയും അവിടെ നിന്നാണ് വീണ്ടും ഈ IAS എക്സാമിനെ പറ്റിയുള്ള ഒരു പുസ്തകം വായിക്കാൻ കഴിയുകയും സിവിൽ സർവീസ് എക്സാമിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവുകയും ചെയ്യുന്നത്. അന്ന് വീണ്ടും ഉള്ളിൽ തല പൊക്കി വന്നത് ആ സ്കൂൾ കാലഘട്ടത്തിൽ കണ്ട ഒരു സ്വപ്നമായിരുന്നു. ആ ഒരു സ്വപ്നം ഭയങ്കര ശക്തമായി കൊണ്ടുവന്നപ്പോൾ ഞാൻ എൻ്റെ ജോബ് റിസൈൻ ചെയ്തിട്ടാണ് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ആരംഭിക്കുന്നത്. ആ ഒരു സ്വപ്നത്തിനോടുള്ള യാത്രയായിരുന്നത്. പക്ഷെ ആ യാത്ര ഒരിക്കലും എളുപ്പമുള്ളതായിരുന്നില്ല. നേരെ പ്രിപ്പറേഷൻ തുടങ്ങി നേരെ പോയി ക്ലിയർ ചെയ്ത് സിവിൽ സർവീസ് ലിസ്റ്റിൽ വരുന്ന ഒരു പരിപാടിയുണ്ടായിരുന്നു. പരാജയങ്ങളുണ്ടായി. ആദ്യത്തെ അറ്റംപ്റ്റിൽ മെയിൻ എക്സാം പരാജയപ്പെട്ടു. ഇന്റർവ്യൂ വരെ പോയി വീണ്ടും പരാജയപ്പെട്ടു. ഇതിനൊക്കെ ഒരു ഹെൽത്ത് ഇഷ്യൂസും മറ്റൊക്കെ വന്ന് കുറച്ച് കഷ്ടപ്പെടുകയുണ്ടായി. ഇങ്ങനെ പല രീതിയിലും പല ഒബ്സ്റ്റക്കിൾസ് വന്നുകൊണ്ടേയിരുന്നു. ഫെയിലിയേഴ്സ് ഉണ്ടായി, സെറ്റ്ബാക്സ് ഉണ്ടായി. നമ്മളെ കൊണ്ടൊന്നും പറ്റുമോ എന്നുള്ള സംശയം പോലെ ഉള്ളിൽ വരാൻ പറയും. ഉള്ള ജോലിയും കളഞ്ഞിട്ട് ഇതുപോലെ വലിയൊരു ബുദ്ധിമുട്ടായി തിരിച്ച് വെറുതെ ആയില്ല എന്നൊക്കെ ചിലരെങ്കിലും കമന്റ് ചെയ്യാൻ പറയും. പക്ഷെ എന്നാലും ഉള്ളിൽ തോന്നിയൊരു സ്വപ്നത്തിനോടുള്ളൊരു ആ ഒരു അഭിനിവേശം, അതാണ് എനിക്ക് വീണ്ടും വീണ്ടും പ്രയത്നിക്കാനൊരു പ്രചോദനമായിരുന്നു. എന്നെ ഏറെ ഇൻസ്പയർ ചെയ്ത ഗാന്ധിജിയുടെ വാക്കുകളാണ്, സ്ട്രെങ്ത് ഡസ് നോട്ട് കം ഫ്രം ഫിസിക്കൽ കപ്പാസിറ്റി,
He comes from a kingdom with the തളരാത്ത തകരാത്ത ദൃഢനിശ്ചയത്തിലാണ് നമ്മുടെ കരുത്തിയിരിക്കുന്നത്. വിജയത്തിൻ്റെ ഏത് പൊതുവിനെയും കീഴടക്കാൻ നമുക്ക് ആദ്യം ദൃഢനിശ്ചയമുണ്ടായാൽ മാത്രം. നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്വപ്നങ്ങളെ തിരിച്ചറിയുക, അവയ്ക്കൊക്കെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക, പരിശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്വപ്നങ്ങൾ തിരിച്ചു. പരാജയങ്ങളുണ്ടായിക്കോട്ടെ, സെറ്റ്ബാക്സ് ഉണ്ടായിക്കോട്ടെ, തളരരുത്. വീണ് പോയേക്കാം, യാത്രക്കായിട്ട് വീണ് പോയേക്കാം. പക്ഷേ വീണെടുത്ത് വീണ്ടും അടിച്ചിട്ട് ഫൈറ്റ് ചെയ്യുക. ആ വീണെടുത്തിട്ട് അവിടെ തന്നെ ഇരുന്ന എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് തിരിച്ചു പോവുകയാണ്, അതാണ് പരാജയം. അല്ലാതെ വീണ്ടും എണീച്ചിട്ട് നമ്മൾ ആ സ്വപ്നത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വിജയമാണ്. ഈ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രകളിൽ പല ഒബ്സ്റ്റക്കിൾസ് വന്നേക്കാം എന്ന് പറഞ്ഞു. ഇപ്പോൾ സത്യങ്ങൾ തലശ്ശേരിയിലൊരു 10 മാസത്തോളമായി ഇവിടോട്ട് വരുമ്പോൾ ഒരു നിയമമാണ് ഭയങ്കര പൊളിറ്റിക്കൽ വയലൻസും മറ്റൊക്കെ ആയിട്ട് ഉള്ള ഭയങ്കര ചാലഞ്ചിങ് ആണെന്നുള്ളതാണ്. പക്ഷേ ഞാനിവിടെ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു വരുന്ന കാലങ്ങളിലൊക്കെ വലിയൊരു ചലഞ്ചാവാൻ പോകുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിലും യുവാക്കൾക്കിടയിലും വർദ്ധിച്ചു വരുന്ന ഈ ഒരു ഡ്രഗ് അബ്യൂസാണ്, സബ്സ്റ്റൻസ് അബ്യൂസ്. പല രീതിയിലുള്ള സബ്സ്റ്റൻസും ഡ്രഗ്സും ഒക്കെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികളടക്കം ഉപയോഗിക്കുന്നത്. സർപ്രൈസ് ആയിട്ട് നമുക്ക് പോലീസായാലും എക്സൈസായാലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അതിനുള്ള ഒരാൾക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഡിമാൻഡ് സൈഡ് നോക്കണമെങ്കിൽ നമ്മൾ ഇതിനോട് നോ പറയുക തന്നെ വേണം. സേ നോ ടു ഡ്രഗ്സ് ഓൾവേസ്. ഒരിക്കലും ആ അഡിക്ഷനോട് വീണ് പോയാൽ പിന്നീട് ഒരു തിരിച്ചു വന്ന് വളരെ വളരെ കഠിനമായിരിക്കും. അതിനെപ്പറ്റി വിശദമായിട്ട് ഇവിടെ അവയർനെസ് രണ്ട് ബോധവൽക്കരണ ക്ലാസ്സൊക്കെ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് അവരെ കൂടുതൽ ധാരണ അവർ നൽകുന്നതാണ്. എന്നിരുന്നാലും ഇതുപോലുള്ള ഒരുപക്ഷെ ചെറിയൊരു പിയർ പ്രഷറായിരിക്കാം. നിങ്ങളൊരു കോളേജിലൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കൂട്ടുകാർ പറഞ്ഞേക്കാം, അല്ലാതെ അട്രാക്ഷൻ തോന്നിയേക്കാം. പക്ഷെ അപ്പോഴൊക്കെ ഉറച്ച തീരുമാനത്തോടെ ഇതിനോട് നോ എന്ന് പറയാനുള്ള കരുത്ത് നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ആ കരുത്ത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരാം. ഈ മോട്ടിവേഷൻ ക്ലാസ്സും ഒക്കെ വരാൻ നമ്മളും കുറേ പേര് ഇങ്ങനെ വന്ന് കുറേ ക്ലാസ്സുകളൊക്കെ തരും. പക്ഷേ അൾട്ടിമേറ്റ്ലി ആ ഒരു തീരുമാനം ആരുടെയായിരിക്കണം? നമ്മുടേതായിരിക്കണം. നമ്മളാണ് ഇതിനോട് നോ പറയേണ്ടത്. നമ്മുടെ ലൈഫിനെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ജേർണിയെ എക്സ്പ്ലോർ ചെയ്യുന്ന നശിപ്പിക്കുന്ന ഒന്നിനെയും നമ്മൾ ജീവിതത്തോട് കണ്ടുവിടാൻ പാടുള്ളതല്ല. അതിനോട് എല്ലാത്തിനോടും, അത് ഡ്രഗ്സ് ആയിക്കോട്ടെ, സൈബർ അടക്കമുള്ള ചരിത്രങ്ങളായിക്കോട്ടെ, ഇവയെല്ലാം തിരിച്ചറിയാനും അതൊന്നും ചെന്ന് വീഴാതിരിക്കാനുമുള്ള കരുതൽ കൂടി നമ്മളെല്ലാവരും കരുതി വെക്കേണ്ടതാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്വപ്നങ്ങളെ തിരിച്ചറിയുക, അവയെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക. പരാജയങ്ങൾ ഉണ്ടായിക്കോട്ടെ, സെറ്റ്ബാക്സ് ഉണ്ടായിക്കോട്ടെ, ഇനി എങ്ങോട്ടുള്ള ജീവിതങ്ങൾ നിങ്ങൾ പലതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പലതും ഫേസ് ചെയ്ത് വന്നേക്കാം. പക്ഷെ വീണ്ടും പോസിറ്റീവ് ചിന്തയോടുകൂടി തന്നെ വീണ്ടും എണീച്ചിട്ട് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക. നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേർത്തേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച ഈ ചടങ്ങിൻ്റെ സംഘാടകരോട് എല്ലാവരും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായിരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ ഉന്നത വിദ്യ കരസ്ഥമാക്കിയ ഒരു 5 കുട്ടികൾക്കുള്ള മൊമെൻറ്റോ ഇതാണ് നമ്മൾ നടത്തുന്നത്. ACP വിഷ്ണുനാഥ് അവர்களാണ്. ഓരോരു കുട്ടികളെ വിളിക്കുന്നു, അതിൻ്റെ പങ്ക് കൈപ്പറ്റേണ്ടതാണ്. ആമിന CK. रंगा सुल्तान, डॉक्टर नाफुल कौर. श्रीदेव भाई, son of श्रीवान. साहिल सुनील, son of सुनील. ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത ACP വിഷ്ണുനാഥിന് BME RTCയുടെ ഒരു ഉപഹാരം നമ്മുടെ പ്രിയങ്കരനായ
പ്രസാദ് അവർ നൽകുന്നതായിരുന്നു. നടത്തിപ്പിനെ പറ്റി അതിനെയിപ്പം നമ്മളെങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതും ഇനി പോകേണ്ട കാര്യത്തെ നിങ്ങൾക്ക് നമ്മുടെ ഉപദേശക സമിതി ചെയർമാനായ നമ്മുടെ പ്രസാദ് ഒരു 2 വാക്ക് സംസാരിക്കുകയാണ്. പ്രസാദിനെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ശ്രീ വിഷ്ണുപതി IP സർ, ഇവിടെ ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഒരു സ്കൂൾ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ 16 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൂടെ പഠിച്ച ആ ഒരു കാലഘട്ടത്തിൽ പരിസരത്ത് DMD സ്കൂളിൽ വിദ്യാർത്ഥിയായിരുന്ന സലീം പാലിക്കണ്ടി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു ആഗ്രഹം, കൂടെ കുറേ ആളുകൾ പഠിച്ചവരൊക്കെ ഇവിടെ പോയി സ്ഥലം എന്ന് പറയുന്നില്ല, ഇവരൊക്കെ കാണണം എന്നുള്ള ആഗ്രഹത്തിൽ അദ്ദേഹം തുടങ്ങി വെച്ചൊരു ഗ്രൂപ്പായിരുന്നു. ആ ഗ്രൂപ്പ് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഏകദേശം 150ഓളം ആളുകൾ ഗ്രൂപ്പിലേക്ക് വരികയും അതോടുകൂടി ഗ്രൂപ്പിൻ്റെ പൊതുവായുള്ള സ്വഭാവത്തിൽ തന്നെ മാറ്റം വന്നു. ചിന്താഗതികൾ മാറി. നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ പോരാ, നമ്മൾക്ക് എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി ചെയ്യണം. സമൂഹത്തിന് ചെയ്യുന്നതിന് അത് നമുക്ക് കൂട്ടത്തിലുള്ള ആളുകൾക്ക് ചെയ്യാമെന്നാണ് തീരുമാനമെടുത്തത്. നമ്മൾ ഈ ഗ്രൂപ്പ് തുടങ്ങുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം കൊറോണ ഇടയായ ഒരു വെളിയാട്ടം നടക്കുന്ന സമയമായിരുന്നു. ഏതായാലും നമ്മുടെ മുഖ്യ പ്രഭാഷകൻ കൈമാറി. നമ്മുടെ ഇവിടെ കാര്യമായി നടത്താൻ ഉദ്ദേശിക്കുന്ന ബോധവൽക്കരണ ക്ലാസ് എടുക്കാൻ വേണ്ടി നമ്മുടെ പിണറായി റേഞ്ച് ഓഫീസർ സമീർ സർസാരിയിൽ അദ്ദേഹത്തെ ഈ ക്ലാസ്സിലേക്ക് വേണ്ടി സദർശനം സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിച്ച BMA ഹെർബിറ്റ്സ് ജോയിന്റ് സെക്രട്ടറി ശ്രീ തസീൽ കുമാർ അവർ, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ വിഷ്ണുപതി IPS അവർ, ACP തലശ്ശേരി, സ്വാഗത ഭാഷണം നടത്തിയ സെക്രട്ടറി BMB ഹെർബിറ്റ്സ് ശ്രീ അബ്ദുൽ റസാഖ് അവർ, ദൃശ്യം എനിക്ക് ശേഷം അവതരിപ്പിക്കേണ്ട പ്രിയപ്പെട്ട തലശ്ശേരിയുടെ ജനകീയ മുഖമായ, ഞങ്ങളൊക്കെ സർക്കാർ സർവീസിലേക്ക് വരുമ്പോൾ കണ്ടു പഠിച്ചത് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട ബിന്ദുരാജ് സാറിന്റെ പ്രവർത്തനങ്ങൾ നമ്മളൊക്കെ സ്വാധീനിച്ചതാണ്. പ്രിയപ്പെട്ട ബിന്ദുരാജ് സാർ, ഒപ്പം തന്നെ സൈക്കിൾ റാലിയിലാണ് അതിനുശേഷം സംസാരിക്കേണ്ട പ്രിയപ്പെട്ട ഡോക്ടർ ഉള്ളത്. ഇപ്പം കണ്ടിട്ടാണ് വരുന്നത്. ഡോക്ടറും അധികം താമസിയാതെ ഉപയോഗിച്ചു. വർത്തമാനകാല സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം BMB ഹെർബിറ്റ്സ് 81-86 പൂർവ്വ വിദ്യാർത്ഥി സംഗമം കൂട്ടായ്മ സംഘടിപ്പിച്ചു. അത് ഏറ്റവും പ്രധാനമായിട്ട് 3 വിഷയങ്ങളാണ് ഇത് കാണുന്നത്. ഒന്ന്, സൈബർ കുറ്റകൃത്യങ്ങൾ. 2, ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടത്. 3, ഞാൻ കൈകാര്യം ചെയ്യാൻ പോകുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയം. ഈ 3 വിഷയം ഒരു മാലയിലെ മുത്തുകളെ പോലെ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നതാണ്. ഇതിന് 3നെയും നമുക്ക് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. എല്ലാം ഒന്നിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഉള്ളത്. BMB ഹെർബിറ്റ്സ് ഈ പേര്, ഇതിന്റെ സംഘാടകര്, ആ സംഘാടകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ മനസ്സിലാക്കിയതുപോലെ സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള സ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞ് സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള സ്പന്ദനങ്ങൾ മനസ്സിലാക്കി സമൂഹത്തിൽ പാവപ്പെട്ടവരെ അടക്കം ഉന്നതിയിലേക്ക് കൈപിടിച്ചുയർത്താൻ ഏറ്റവും മനോഹരമായ സംഭാവനകൾ നൽകി വരുന്നു എന്ന്
ഇപ്പോ കടൽപ്പാലത്തുള്ളപ്പോഴും ഞാൻ പറഞ്ഞു ഇങ്ങനെ പരിപാടിക്കാൻ പോകുന്നവർ ഞാൻ പറഞ്ഞു അവർ ഇത്തരം സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ഗ്രൂപ്പാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ട്. വിദ്യരാജ് സാറിനോട് സംസാരിക്കാനുണ്ട്, ഡോക്ടറോട് സംസാരിക്കാനുണ്ട്. എന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്കറിയാം ഇന്ന് തലശ്ശേരി എന്ന് പറയുന്നത് സാംസ്കാരിക മൂല്യമുള്ള ഒരു മണ്ണാണ് തലശ്ശേരി. നമ്മൾ ക്രിക്കറ്റിന്റെയും സർക്കസിന്റെയും കേക്കോടെയും നാട്. ജർമ്മൻകാരനായ ഹെർമൻ ഗുണ്ടറ്റ് 1847 ജൂൺ മാസം തലശ്ശേരി ലില്ലിക്കുന്ന് ബംഗ്ലാവിൽ കേരളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യ സമാചാര പത്രം. അങ്ങനെ തലശ്ശേരി മണ്ണിന് സാംസ്കാരിക മൂല്യമുള്ള എഡ്വേർഡ് ബ്രണ്ണൻ യാത്ര ചെയ്യുന്ന കപ്പലിൽ തകർന്നു പോയപ്പോ നീന്തി കരയിലെത്തിയത് ഈ തലശ്ശേരി മണ്ണിലാണ്. ആ എഡ്വേർഡ് ബ്രണ്ണൻ പിന്നീട് നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ വിദ്യാഭ്യാസ മേഖലകളിലൂടെ ഒടുവിൽ ബ്രണ്ണൻ കോളേജ്, ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പേരുകൾക്ക് പിന്നിൽ എഡ്വേർഡ് ബ്രണ്ണന്റെ ഏറ്റവും ഉദാത്തമായ സംഭാവനകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നൂറ്റാണ്ടുകളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം പഴക്കമുള്ള നിരവധി സാമൂഹിക സാംസ്കാരിക മേഖലയുള്ളവരെ സൃഷ്ടിച്ച സ്കൂളാണ് BEMP ഹയർ സെക്കൻഡറി സ്കൂൾ എന്നത്. അതിന്റെ ഹെഡ് ബീറ്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചുകൊണ്ട് 81 മുതൽ 86 വരെയുള്ള ഗ്രൂപ്പ് തങ്ങളുടെ പഴയ കാലത്തുള്ള സൗഹൃദങ്ങൾ ഒത്തുചേരുക എന്നതോടൊപ്പം തന്നെ ഈ സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ളവരെ കണ്ട് അതിൽ കൃത്യമായിട്ട് പരിഹാരം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. ഒപ്പം നമ്മുടെ ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട മക്കളുടെ വിജയം അത് ഹെഡ് ബീറ്റ്സിന്റെ വിജയമാണെന്ന് മനസ്സിലാക്കി മികച്ച മെന്ററായി അവരെ കൈപിടിച്ച് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ നിരവധി പോസിറ്റീവ് ചിന്തകളാണ് ഈ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയം വർത്തമാനകാല പ്രസക്തമാണ്. ഈ ലഹരിയും സൈബറും ഒരു മാലയിലെ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ലഹരി എന്ന പദം മോശമാണെന്ന് ചോദിച്ചാൽ അത് മോശമാണെന്ന് ഞാൻ പറയില്ല. ലഹരി എന്ന പദം ഒരു മോശമല്ല. നിങ്ങൾ 81, 86 ബാച്ചിന്റെ ഒരു സംഗമം സംഘടിപ്പിച്ചുകൊണ്ട് ഇതിന് എത്രയോ ദിവസങ്ങളുടെ റിഹേഴ്സൽ എടുത്തുകൊണ്ട് ഇന്നിന്റെ ഈ 26 ഇത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി അതിന്റെ പരിശ്രമത്തിന്റെ ഫലമായി പ്രിയപ്പെട്ട മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ വർഷം പഠിച്ചപ്പെട്ട പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാർ ഇവിടെ വന്നിരുന്ന് ഈ പരിപാടി അവസാനിക്കുന്നതുവരെ എന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവേണ്ടത് എന്റെ ഗ്രൂപ്പിന്റെ വിജയമാണ്. അതുകൊണ്ട് എന്റെ സാന്നിധ്യം ഇവിടെ വേണം, അവസാനം കൃതജ്ഞത രേഖപ്പെടുത്തുന്നവരെ എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിന്റെ അഗാധമായ ആഴങ്ങളിൽ ആഴ്ന്നിറങ്ങിയെങ്കിൽ അതിനെ നമുക്ക് ലഹരി എന്ന് പറയാം. നന്മയുള്ള ലഹരിയുണ്ട്. ഇപ്പൊ ലഹരി എന്ന പദത്തെ എവിടെയും മോശമായിട്ട് പറഞ്ഞിട്ടില്ല. ലഹരിയെ ക്ലാസിഫൈ പോസിറ്റീവ് ലഹരിയെന്നും നെഗറ്റീവ് ലഹരിയെന്നും. നമുക്ക് വേണ്ടത് പോസിറ്റീവ് ലഹരിയാണ്. ആ പോസിറ്റീവ് ലഹരിയാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മുടെ മക്കളെ മികച്ച മെന്ററായി നമ്മൾ കൈപിടിച്ചു വരുന്നത്. നമുക്ക് പോലും സാധ്യമാവാത്തത് നമ്മുടെ മക്കളിലൂടെ സാധ്യമാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ വിജയിച്ചപ്പോ അവരുടെ വിജയത്തിൽ സന്തോഷം പങ്കിടാൻ നമ്മളൊക്കെ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് വളർന്നു വന്നിരിക്കുന്ന ഈ യുവതലമുറയ്ക്ക് 81, 86 സൗഹൃദം ഇന്നും വർത്തമാന കാലഘട്ടത്തിൽ നവമാധ്യമങ്ങൾ വന്നുകൂടിയപ്പോൾ സൗഹൃദ ബന്ധത്തിനൊക്കെ ഒരു പരിധിവരെ മാത്രം പ്രായമുള്ള കാലഘട്ടത്തിൽ 81, 86 കാലഘട്ടത്തിലെ മനോഹരമായ ആ സൗഹൃദം ഇന്നും മനോഹരമായ ഒരു പൂന്തോപ്പായി മനോഹരമായ ഒരു പൂന്തോട്ടമായി നിൽക്കുന്നതിന്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ് പ്രിയപ്പെട്ട കുട്ടികളെ. നിങ്ങളുടെ അച്ഛനും അമ്മയും ഇവിടെ വന്നിരിക്കുമ്പോൾ അന്ന് അവിടെ കളിക്കൂട്ടുകാരായിരുന്നവരാണ് ഇന്ന് മക്കളെ കൂട്ടി ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യവും സാന്ദർഭികമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ഇനി ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് ക്ലാസ് എടുക്കുന്നത് അർത്ഥമില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരേ റെഡിയിൽ ഇനി പെൻഡിങ്ങിന് നോക്കേണ്ടി വരും. അതുകൊണ്ട് തൽക്കാലം ഞാൻ മൈക്ക് മാറ്റിക്കുക. ലഹരി ഈ പദം ഇന്ന് സർവ്വവ്യാപകമായി നമ്മൾ കൊണ്ടിരിക്കുകയാണ്. ലഹരിയുമായി ബന്ധപ്പെട്ട നിരവധി മരണങ്ങൾ ഈ അടുത്ത കാലത്ത് നടന്നത് നമുക്കറിയാവുന്നതാണ്. തലശ്ശേരി അടക്കം നടന്നിട്ടുണ്ട്. ഇത്തരം ലഹരി വസ്തുക്കളിലേക്ക് 81, 86 BMP ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചവരെ നിങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനൊന്നും പഠിക്കുമ്പോയില്ല. അപ്പൊ നിങ്ങൾക്ക് തീരെ ഉണ്ടാവില്ല. ഒരു ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് ഉണ്ട്. എന്തെങ്കിലും ഒരു ബോധവൽക്കരണ ക്ലാസ് ഉണ്ട്. അത് എന്താ ലഹരി എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ പറഞ്ഞു കേട്ടുള്ളത് അത് കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ ബാങ്കിലോട്ട് പോയി ആരും കാണാന്നൊക്കെ കരുതി വെല്ലത്തുടന്ന് ഒളിച്ചിരുന്നു പോകുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് പുത്തൻ രൂപത്തിലുള്ള സ്റ്റാമ്പും സ്റ്റിക്കറും MDMA, LSD, മെത്താംഫെറ്റാമിൻ തുടങ്ങിയ പുത്തൻ രൂപത്തിലുള്ള ഈ നഖത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ലഹരി വസ്തുക്കളടക്കം ഉപയോഗിക്കുന്നവരുടെ കൂട്ടത്തിൽ 19, 18, 17, 20 വയസ്സുള്ള ഇന്ത്യൻ യുവത്വത്തിന് പ്രസരിപ്പാവേണ്ട ചെറുപ്പക്കാർ ഉൾപ്പെട്ടു പോകുന്നു.
ഇവിടെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം. നമുക്ക് എങ്ങനെ ഇതിനെ തടയുകയും, നമ്മൾ സമൂഹത്തിന്റെ ഭാഗമാണല്ലോ, മനുഷ്യൻ സാമൂഹിക ജീവിയാണല്ലോ, സമൂഹത്തോട് ഉത്തരവാദിത്തമല്ലേ. ഇപ്പൊ എനിക്ക് എന്റെ വീട്ടിൽ എന്റെ ഭാര്യയോട് 2 കുട്ടിയോട് മാത്രമാണോ കടപ്പാട്? അല്ല, എന്റെ ഗ്രാമം, എന്റെ ധർമ്മടം, എന്റെ തലശ്ശേരി, എന്റെ കണ്ണൂർ, എന്റെ കേരളം, എന്റെ ഇന്ത്യ, അതല്ലേ ദീർഘവീക്ഷണമായ ചിന്ത, അതല്ലേ മനുഷ്യൻ സാമൂഹിക ജീവി. ഈ സൊസൈറ്റിയോട് കടപ്പാടുള്ള ഒരു പുത്തൻ തലമുറ തന്നെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കണം. ഇന്ന് പുത്തൻ തലമുറ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട്, എല്ലാവരും ഞാൻ പറയുന്നില്ല, ഒരു വിഭാഗവും പണ്ട് സെക്കൻഡറി സ്കൂൾ പഠിച്ച കാലഘട്ടത്തിൽ നിങ്ങൾ ഓർമ്മിക്കുക, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ വായി തുറന്നുകൊണ്ട് ഇങ്ങനെ കൈപിടിച്ചുകൊണ്ട് അഭിനന്ദിക്കും. യെസ്, നിങ്ങൾ ചെയ്ത കാര്യം അതിമനോഹരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ക്കായിട്ട് നിങ്ങൾ നമ്മൾ അഭിനന്ദിക്കും. ഇന്നത്തെ യുവതലമുറയിൽ ഒരു വിഭാഗം ആരെങ്കിലും എന്തെങ്കിലും നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ നാവ് കൊണ്ട് സംസാരിക്കില്ല, അവരാകത്തിരിക്കും ഒരു ലൈറ്റ് തരികയാണ്. അതിന്റെ അപ്പുറം നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇനി അതിമനോഹരമായ കാര്യം ചെയ്താൽ 2 ലൈറ്റ് തരും. അതിനപ്പുറം നിങ്ങൾ ചിന്തിക്കേണ്ട. എന്താ? നാവ് ദൈവം അനുഗ്രഹിച്ചു നൽകിയ നാവ് കൊണ്ട് സംസാരിക്കാൻ പറ്റാത്ത വർത്തമാനകാലത്തിലെ യുവത്വത്തിന്റെ പോക്ക് എങ്ങോട്ട് BMP ഹാബിറ്റ്സ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പണ്ട് ഞാൻ വെള്ളശ്ശേരി AKG സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ പഠിക്കുമ്പോൾ നടന്നു പോകുന്ന നാട്ടിലെ കുമാരേട്ടനെ കണ്ട കുമാരേട്ട കുടിയാ പോകുന്നത് വിളിച്ചു. ഇത് നടന്നു പോകുന്ന യുവത്വം ആരെങ്കിലും നാട്ടിൽ കണ്ട ഒരു സിമ്പൽ, ഇത്രയും ഇതിനപ്പുറം നോക്കണ്ടേ. ദൈവം അനുഗ്രഹിച്ചു നൽകിയ നാവ് കൊണ്ട് സംസാരിക്കാതെ ആംഗ്യഭാഷയിലേക്ക് ചുരുങ്ങുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എനിക്ക് ശേഷമുള്ള വിദ്യുരാജ് സാറിന്റെ വിഷയമാണ്. സാർ അത് മനോഹരമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വലിച്ചു കാണിച്ചു തരും. അപ്പോ ലഹരി വേണം. ഏത് ലഹരി വേണം? പദാർത്ഥ ലഹരിയിൽ നിന്നും സർഗാത്മകമായ ലഹരിയിലേക്ക്, പദാർത്ഥ ലഹരിയിൽ നിന്നും കായിക ലഹരിയിലേക്ക്, പദാർത്ഥ ലഹരിയിൽ നിന്ന് നന്മയുള്ള, നേരിന്റെ, സത്യത്തിന്റെ, ധാർമ്മിക മൂല്യമുള്ള മനോഹരമായ ലഹരികളിലേക്ക് നമുക്ക് നമ്മുടെ മക്കളെ പിടിച്ചു കൊണ്ടുപോകാൻ കഴിയണം. 81, 86 ഹേർട്ട് ബീറ്റ്സിനെ ആ ഹൃദയ വെടിപ്പ് അവസാന ശ്വാസം വരെ പ്രിയപ്പെട്ട മക്കളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആ മക്കൾ ഒടുവിൽ നമ്മളെ ചേർത്ത് വെക്കുന്ന മക്കളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണമെങ്കിൽ ഇത്തരം സദസ്സിൽ അവരെ കൊണ്ടുവരണം. അവരറിയണം സൗഹൃദ നിമിഷങ്ങൾ എന്താണെന്ന്. എന്തായിരുന്നു ഒത്തുചേരൽ? 81, 86 നിങ്ങളൊക്കെ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ പലരും പറയും ഒരു മാറ്റവുമില്ല, ഇന്നും 16 ചുരുക്കോടുകൂടി തലമുടി അല്പം പോയി എന്നല്ലാതെ യാതൊരു മാറ്റവുമില്ലാതെ വളരെ പ്രസരിപ്പോടുകൂടി ഇരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ തമാശ രൂപയൊക്കെ പറഞ്ഞ് ഈ സദസ്സിൽ വന്നിരിക്കുന്നു. ഒരു കാര്യമാണ് എന്റെ പ്രിയപ്പെട്ട ഇന്നത്തെ യുവത്വത്തോട്, നമ്മുടെ അനുമോദനമൊക്കെ ഏറ്റുവാങ്ങാവുന്ന യുവത്വത്തോട് പറയാനുള്ളത്. മനുഷ്യൻ ജനിക്കുന്നത് പോലീസുകാരനായിട്ടല്ല, മനുഷ്യൻ ജനിക്കുമ്പോൾ എക്സൈസുകാരനായിട്ടല്ല, മനുഷ്യൻ ജനിക്കുമ്പോൾ ഡോക്ടറായിട്ടല്ല, മനുഷ്യൻ ജനിക്കുന്നത് എഞ്ചിനീയറായിട്ടല്ല, മനുഷ്യൻ ജനിക്കുമ്പോൾ ഒന്നുമല്ല, 0 ആയിട്ടാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. പിന്നെയല്ലേ മനുഷ്യൻ ജനിക്കുമ്പോൾ ഒരു കള്ളനായിട്ട് ഒരു മനുഷ്യൻ ജനിക്കുന്നുണ്ടാ, ഒരു സത്യവാനായിട്ട് മനുഷ്യൻ ജനിക്കുന്നുണ്ടാ, ഒരു ഡോക്ടറായിട്ട് മനുഷ്യൻ ജനിക്കുന്നുണ്ടാ, ഒരു എഞ്ചിനീയറായിട്ട് മനുഷ്യൻ ജനിക്കുന്നുണ്ടാ? ഇല്ല. അമ്മയുടെ ഗർഭപാത്രത്തിൽ പിറക്കുമ്പോൾ മനുഷ്യൻ, ഞാനും നിങ്ങൾക്ക് ഒന്നും നമ്മുടെ അമ്മ പ്രസവിക്കുമ്പോൾ ഒന്നുമല്ലാതെ 0 ജനിച്ചതല്ലേ. ശരി, പിന്നെ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്? അത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന കഴിവുകളുടെ അന്തരീക്ഷത്തിന്റെ വ്യത്യാസമാണ്. നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ട് ചേച്ചി എന്റെ 81, 86 എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട്? ആശുപത്രിയിൽ നിങ്ങൾ ലേബർ റൂമിൽ പോയിട്ട് ഇങ്ങനെ മെഴുതിരി കത്തിച്ച് ഇങ്ങനെ ഭർത്താവ് ഇങ്ങനെ നിൽക്കുമ്പോ പെട്ടെന്ന് നേഴ്സ് ലേബർ റൂമിൽ ബാധിയിൽ വന്നിട്ട്, ആരാണ് പ്രതിവേട്ടൻ കേസ്? നിങ്ങളുടെ ഭാര്യ പ്രസവിച്ച് പ്രസവിച്ചിട്ടുണ്ട്, കുട്ടി കള്ളൻ. എവിടെയെങ്കിലും പറയുന്നത് കേട്ടിട്ടില്ല? എവിടെയൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല? പ്രസവിച്ച് പ്രസവിച്ചിട്ടുണ്ട്, എന്താ കുട്ടി ആണോ പെണ്ണോ? അങ്ങനെയല്ലേ പറയുന്നുണ്ട് ചേച്ചിമാര്. കള്ളൻ എന്ന് പറയുന്നുണ്ടോ? സത്യവാനെന്ന് പറയുന്നുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് കള്ളനാവുന്നത്? എങ്ങനെയാണ് മദ്യപിക്കുന്ന ഒരാളായിട്ട് മാറുന്നത്? എങ്ങനെയാണ് മയക്കുമരുന്ന് ലോകത്തേക്ക് പോകുന്നത്? അവിടെയാണ് ശിഥിലമായി കൊണ്ടിരിക്കുന്ന കുടുംബാന്തരീക്ഷത്തിൽ വളരുന്ന ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്ന ആരക്ഷണാവസ്ഥയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നിങ്ങൾ ചെറിയ സമയമുള്ളത് കൊണ്ട് ഞാനൊരു ഔട്ട്ലൈൻ മാത്രം വരച്ചു പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ് ലേബർ റൂം എന്നൊക്കെ. ഞാൻ ചില സമയം ഈ എന്റെ ഭാര്യ പ്രസവിക്കാനായിട്ട് പോയതാണല്ലോ, ചിലർ പറയുന്നത് ചേച്ചി ഓടി വന്ന് പറയാം, പ്രതിഭട്ടന്റെ ഭാര്യ ഇന്നയാൾ പ്രസവിച്ചിട്ടുണ്ട്, സുഖപ്രസവം എന്ന് പറയുന്നു. ഞാനിങ്ങനെ കുറെ സമയം ആലോചിക്കും, ഇതെന്താ ഈ സുഖപ്രസവം? എല്ല് പൊട്ടിയുന്ന വേദനയിൽ അവിടെ അമ്മ 4 ചുമരിന്റെ ഉള്ളിൽ വേദന സഹിച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകി ഓടി നേഴ്സ് പറയുന്നു സുഖപ്രസവം, സുഖപ്രസവം, സുഖപ്രസവം. ആർക്കാ സുഖം? ഭർത്താവിന് വലിയ അല്പസുഖമുണ്ട്, വേടിയുടെ സുഖമുള്ളത്.
അവരനുഭവിക്കുന്ന വേദനകളൊക്കെ എല്ല് പൊട്ടിയുന്ന വേദനകൾ അനുഭവിച്ചു പിറന്നു വീണതാണ്. ഇനി ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ അച്ഛനും അമ്മയും ഇവിടെ വന്നിട്ടുണ്ട്. അവസാനം ഞാൻ ഈ ക്ലാസ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നിങ്ങളെ ഒന്ന് രണ്ടുപേരും വിളിച്ചിട്ടാണ് കൺക്ലൂഡ് ചെയ്യുക. അതായത് നമ്മൾ എങ്ങനെയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് പറയുന്നത് കുടുംബമാണ്. ഇവിടെ കൂടിയിരിക്കുന്ന ആരെങ്കിലും 3 വയസ്സ് വരെ ഏതെങ്കിലും സ്കൂളിൽ പോയിട്ടുണ്ടോ? 3 വയസ്സ് വരെ ഏതെങ്കിലും അംഗൻവാടി പോയിട്ടുണ്ടോ? 3 വയസ്സ് വരെ ഏതെങ്കിലും നഴ്സറി പോയിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാ 3 വയസ്സ് വരെ കാര്യങ്ങൾ പഠിച്ചത്? അച്ഛൻ ചെയ്യുന്ന പ്രവൃത്തികൾ കുടുംബത്തിൽ നിന്ന് കുട്ടികൾ ഇങ്ങനെ കാണുന്നു. അമ്മ ചെയ്യുന്ന പ്രവൃത്തികൾ കുട്ടികൾ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ കാണുന്നു. അമ്മമ്മയും അച്ചാച്ചനും ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ട് അങ്ങനെ ആർജിച്ചെടുത്ത കഴിവാണ് 3 വയസ്സ് വരെ. അതിനുശേഷമല്ലേ നമ്മൾ നമ്മുടെ മക്കൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, കുടുംബം എന്ന് പറയുന്നത് മനോഹരമായ വിശാലമായ ഒരു പാഠശാലയാണ്. ആ പാഠശാലയിൽ അതിമനോഹരമായി നമ്മുടെ കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കണം. ആ മനോഹരമായ കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കണമെങ്കിൽ രക്ഷിതാക്കന്മാരെ നമ്മൾ ആദ്യം മാതൃകയുള്ളവരാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബോധവൽക്കരണ ക്ലാസ് ആദ്യം വേണ്ടത് കുട്ടികൾക്കല്ല. ബോധവൽക്കരണ ക്ലാസ് ആദ്യം വേണ്ടത് രക്ഷിതാക്കൾക്ക. എന്താ കാരണം എന്നറിയോ? ടാങ്കിലുള്ളതേ പൈപ്പിലേക്ക് വരും. ഇപ്പൊ ടാങ്ക് ആദ്യം ക്ലീൻ ചെയ്യണം. നമ്മളാണ് ടാങ്ക്. ഇതിനുള്ളിൽ എന്താ ഉള്ളത് അതാണ് ഈ പൈപ്പിലേക്ക് വരിക. നമ്മളിടയ്ക്ക് പൈപ്പിലെ വെള്ളത്തിൽ മോശം എന്ന് പറയുമ്പോ ഈ പൈപ്പിലേക്ക് വെള്ളം വരുന്ന ടാങ്കിനെ കുറിച്ച് ചോദിക്കണം. എനിക്കത് പറയാൻ കാരണം എന്താണെന്നറിയോ? ഇരിട്ടിയായി കുടുംബശ്രീയിൽ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ സ്വാഭാവികമായിട്ട് ലഹരികളെ ഞാൻ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരാമർശിച്ചു. അപ്പൊ ഒരു പെൺകുട്ടി പെട്ടെന്ന് എഴുന്നേറ്റ് എന്ന് പറയും, സാർ എനിക്ക് ഒരു ചോദ്യം ചോദിക്കാൻ. ചോദിച്ച പോലെ, സാർ ഇത് എന്നോടല്ല ഏറ്റവും കൂടുതൽ പറയുന്നത് മൊബൈലുമായി ബന്ധപ്പെട്ടത് എന്റെ അമ്മയോടാണ്. അമ്മയാണ് 24 മണിക്കൂർ കുത്തി കളിക്കുന്നത്. മാതൃകയാവേണ്ട അമ്മയോ അച്ഛനും ഇങ്ങനെ കുത്തി കളിച്ചാൽ പിന്നെ കുട്ടികൾ പറഞ്ഞ കാര്യമുണ്ടോ? ഇല്ല. ഏറ്റവും മികച്ച മാതൃകകളാവാൻ നമുക്ക് സാധിക്കണം. ഞാനടക്കം ഞാൻ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ഇവിടെ വന്ന് പ്രസംഗിക്കുക, വീട്ടിൽ പോയിട്ട് മദ്യം കുടിക്കുക, എന്റെ വീട്ടിലെ മറ്റാരും പറയുകയോ ഈ ഇത് കഴിക്കാൻ പാടില്ല, കെട്ടിപ്പോവും, കരണ് പോയി, ഡയാലിസിസിൽ പോകുന്ന അങ്ങനെ പറഞ്ഞാൽ കുട്ടി ചോദിക്കൂലേ, ഉപ്പ കഴിക്കുന്ന സാധനത്തിന്റെ പേരെന്താ, അച്ഛൻ കഴിക്കുന്ന സാധനത്തിന്റെ പേരെന്താ? കൗണ്ടർ ചോദിക്കില്ലേ? സിഗരറ്റ് വലിക്കുന്ന രക്ഷിതാവിനെ വീട്ടിൽ പോയിട്ട് പറയുകയോ, മോനെ ഇത് വലിച്ചു കഴിഞ്ഞാൽ എംഫസിമ വരും, ശ്വാസകോശം പോവും. അപ്പൊ ചോദിക്കൂലേ, എന്റെ അച്ഛൻ വലിക്കുന്ന സാധനത്തിന്റെ പേരെന്താ? അപ്പൊ ആദ്യം 81, 86 നമ്മൾ നമുക്ക് മാതൃകയാവാൻ വേണം ഏറ്റവും മികച്ചത്. പിന്നെ എപ്പോഴും നമ്മൾ അപകടം എപ്പോഴാണ് ബോധ്യപ്പെടുന്നത്? വീട്ടിലുള്ള ഒരു അപകടം. ഈ വീട്ടിനുള്ളിൽ കഴിഞ്ഞാൽ അപകടം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബോധ്യം ഉണ്ടാവൂ, അല്ലെങ്കിൽ ബോധ്യം ഉണ്ടാവില്ല. അതിനൊരു ഉദാഹരണം ഞാൻ പറയും നിങ്ങളോട്. നിങ്ങൾ ഇങ്ങനെ നോക്കുക, നിങ്ങളുടെ കണ്ണുകളിൽ നോക്കിയിട്ട് ഞാൻ ക്ലാസ് എടുക്കും. സാധാരണ ഇപ്പോൾ മനഃശാസ്ത്രം ഞാൻ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കിയിടുമ്പോൾ ഏകദേശം തിരിയും എത്രത്തോളം സമ്മർദ്ദമുണ്ടോ, ഈ പെട്ടെന്ന് കാര്യം തീരുവോ, ഈ ആകെ കെടുന്ന് എങ്ങനെയെങ്കിലും വന്ന് കുറച്ചിട്ട് പോവാം എന്ന രീതിയിൽ വന്നതാണോ, അല്ലെങ്കിൽ ഇതിന്റെ കൃത്യമായിട്ടുള്ള ആ ഒരു മാനസികാവസ്ഥയിൽ വന്നതാണോ? ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളെല്ലാം കൂടി കണ്ണ് മുഴിച്ചിട്ട് എന്നെ ആകെ പേടിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. എല്ലാവരും ഇങ്ങനെ മുഴിച്ചിട്ടൊക്കെ നോക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അത് പക്ഷേ മിഥുരാജ് സാർ പോലീസ് ഞാനൊരു എക്സൈസ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ കഞ്ചാവുകാരി കണ്ടുകാരി പിടിക്കുമ്പോൾ അവരുടെ കണ്ട് ആ ഒഴിച്ച കണ്ടുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ നോക്കുമ്പോൾ അങ്ങനെ തോന്നുന്നതായിരിക്കും. നിങ്ങൾക്ക് വളരെ സ്മാർട്ടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാകുന്ന ഞാൻ പ്രതീക്ഷിക്കും. ഞാൻ പറഞ്ഞത് ഒരു അപകടം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബോധ്യപ്പെടൂ എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഞാൻ ഒരു ഉദാഹരണം പറയാം. അതൊന്നും എനിക്ക് ബോധ്യപ്പെടുന്നത് കോവിഡ് എടുക്കുന്നതാണ്. 2019 ഡിസംബർ മാസം 31-ാം തീയതി ചൈനയിലെ വുഹാൻ പട്ടണത്തിലെ ഹ്വാൻ മാംസ മാർക്കറ്റിലെ 2019 ഡിസംബർ മാസം 31-ാം തീയതി ചൈനയിലെ വുഹാൻ പട്ടണത്തിലെ ഹ്വാൻ മാംസ മാർക്കറ്റിൽ ലോകത്തിലാദ്യമായി കോവിഡ് രോഗം പൊട്ടിപ്പുറപ്പെട്ടു. അങ്ങനെ ചൈനയിൽ കോവിഡ് രോഗം വന്നിട്ട് 2020 ജനുവരി 1 വാർത്തയും തലശ്ശേരി ധർമ്മോടുള്ള ഞാൻ വീട്ടിൽ പത്രം വായിക്കുമ്പോ ചൈനയിൽ 5000 പേര് മരിച്ചുപോയി, 6000 പേർക്ക് ശ്വാസം കിട്ടാതെ ICU-ലുള്ളത്, 7000 പേര് വെന്റിലേറ്ററിലുള്ളത്, 10,000 പേർക്ക് ചികിത്സ ലഭിക്കാതെ ആശുപത്രിയിൽ പുറത്ത് റോഡിൽ കിടക്കുകയാണ്. ഈ വാർത്ത കേൾക്കുമ്പോൾ PMB ഹെഡ്വീസ് നമുക്ക് അന്ന് ചൈനയിൽ മരണപ്പെട്ട ആളോട് അഗാധമായി ദുഃഖമുണ്ട്. നമ്മൾ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെതായ ആഴത്തിൽ അത് പതിഞ്ഞിരുന്നില്ല. എന്താ കാരണം? നിങ്ങൾ പറ, എന്തുകൊണ്ടാണ് ചൈനയിൽ ഇങ്ങനെ മരിച്ചു വീഴുമ്പോൾ കോവിഡ്
നടന്നു പോകുന്ന ആളുകൾ വീണ് മരിച്ചു പോകുമ്പോ നമ്മളൊക്കെ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ആ ദുഃഖം അത്രമേൽ അഗാധമായി നമുക്ക് ഫീൽ ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് അറിയാം, സൈക്കോളജി. അപ്പൊ നമ്മളെന്താ പറയാ അറിയാം മനസ്സിൽ, അത് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ചൈനയിലല്ലേ, ഞാനിങ്ങനെ തലശ്ശേരിയിലല്ലേ, ഇരുന്ന് എന്നെ പിടികൂടുകയേ ചെയ്യില്ല. എത്ര കോൺഫിഡൻസ് ആയിരുന്നു നമുക്ക്. ഈ സാധനം 2020 മാർച്ച് മാസമായപ്പോൾ ലോകത്തിലെ 200-ലധികം രാജ്യങ്ങൾ പടർന്ന് പന്തലിച്ച് മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത സകല മേഖലകളെ തളർത്തി ലോകത്തിലെ വികസിത രാജ്യങ്ങൾ പണക്കോയ്മ കൊണ്ട് കെട്ടിപ്പൊക്കിയ മതിൽ കെട്ടികളിക്കാൻ നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത ചെറു വൈറസ് തുരത്തി ലോകം മുഴുവൻ സൂപ്പർ സ്പ്രെഡ്. ആ വൈറസ് ഒടുവിൽ എവിടെ എത്തി? ഇന്ത്യയിലെത്തി. 2020 മാർച്ചിൽ ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് രോഗം റിപ്പോർട്ട് ചെയ്തത് പശ്ചിമഘട്ടത്തിലും അറബിക്കടലിലും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വശ്യസുന്ദര ഭൂപ്രദേശമായ കൊച്ചു കേരളത്തിന്റെ സാംസ്കാരിക പൈതൃക മൂല്യമുള്ള തൃശ്ശൂരിന്റെ മണ്ണിൽ. അന്ന് തൃശ്ശൂരിൽ കോവിഡ് വന്നപ്പോ വീണ്ടും നമ്മൾ മാറ്റി പറഞ്ഞു. ആദ്യം ചൈനയിൽ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി പറഞ്ഞു. അതൊന്ന് തൃശ്ശൂരല്ലേ, ഞാനെങ്കിൽ തലശ്ശേരിയല്ലേ, എന്നെ പിടികൂടലാണ്. അവസാനം എന്റെ നാട്ടിലെ ധർമ്മടത്ത് ഒരു വീട്ടിൽ 13 പേർക്ക് ഒരുമിച്ച് കോവിഡ് വന്നപ്പോ വീണ്ടും നമ്മൾ പറഞ്ഞു അതങ്ങ് ധർമ്മടം അങ്ങേ ഭാഗത്തല്ലേ, ഞാനിക തലശ്ശേരി ഇങ്ങേ ഭാഗത്തല്ലേ, ഈ സാധനം എന്നെ പിടികൂടില്ലാന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം ഈ സാധനത്തെ കുറിച്ച് നമുക്ക് എപ്പോഴാണ് ബോധ്യം വന്നത്? വൈകുന്നേരം വീട്ടിലെത്തി കുളിക്കാൻ ഒരുങ്ങി കുളിച്ചുകൊണ്ടിരിക്കെ സോപ്പ് ഉപയോഗിക്കുമ്പോ സോപ്പിന് മണമില്ല, രാത്രി കഴിക്കുന്ന ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ല, നടുവേദന വന്നിട്ട് മാറുന്നില്ല, പനി വന്നിട്ട് മാറുന്നില്ല. അവസാനം ലാബിൽ പോയി ഒരു സാധനം മൂക്കിലിട്ട് തിരിച്ചു തരാൻ പറഞ്ഞ് ചൈനയെ കണ്ട സാധനം വീട്ടിന്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്, ചൈനയെ കണ്ട സാധനം വീട്ടിന്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. അപ്പോഴല്ലേ നമുക്ക് ബോധ്യമായത്. ഈ ബോധ്യപ്പെടൽ എപ്പോഴാണ് ഉണ്ടായത്? ഈ അപകടം നമ്മുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് എത്തിയപ്പോ. ഈ വിഷയം എന്താണ്? ലഹരി. ഈ കോവിഡ് വൈറസിന്റെ വേഗതയേക്കാൾ 10,000 മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കുന്ന വൈറസിന്റെ പേരാണ് ലഹരി. ആ ലഹരി 1-ൽ നിന്ന് 100-ലേക്ക് 1000-ലേക്ക് 10,000-ലേക്ക് പടർന്ന് പന്തലിച്ചാൽ ഇന്നിന്റെ യുവത്വം നാളത്തെ ഇന്ത്യയെ നയിക്കണം. ഇന്നിന്റെ യുവത്വം കഞ്ചാവിനും മദ്യത്തിനും മയക്കുമരുന്നിനും സ്റ്റാമ്പിനും സ്റ്റിക്കറിനും മെത്താംഫെറ്റാമിനും LSD-ക്ക് MDMA അടിമപ്പെട്ടു പോയാൽ നാളെ ആര് നയിക്കും ഈ രാജ്യത്തെ? പ്രതികരണശേഷിയുള്ള ഒരു യുവത്വത്തെയാണ് നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ ഇന്ന് അനുമോദനത്തിലൂടെ കുട്ടികളുടെ കൈകളിലേക്ക് കൊടുക്കുന്ന അനുമോദനത്തിലൂടെ ആ കുട്ടിയുടെ മനസ്സിൽ തീജ്വാല ഉണ്ടായി എടുക്കാൻ സാധിക്കണം. എന്റെ പ്രിയപ്പെട്ട അച്ഛൻ, എന്റെ പ്രിയപ്പെട്ട അമ്മ, അവരുടെ സംഘടന എന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് മുഖ്യധാരയിലേക്ക് കൈപിടിച്ചേർത്താൻ വേണ്ടി ഏറ്റവും മനോഹരമായ തലശ്ശേരിയുടെ സാംസ്കാരിക മൂല്യമുള്ള ഹൃദയഭാഗത്ത് വെച്ച് ഇത്തരം ഒരു സദസ്സ് ഒരുങ്ങിയപ്പോ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ എന്നും ഒരു വിങ്ങലായി, ഓർമ്മയായി, മധുരിക്കുന്ന ഓർമ്മയായി കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾ അറിയണത് തലശ്ശേരി പൊന്നൂരിൽ വെച്ച് ഞങ്ങളൊരു വാഹനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. വാഹന പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 10 വാഹനം സംശയമുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2 സംശയമുള്ള വാഹനത്തിൽ എന്തെങ്കിലും ന്യൂജൻ ഡ്രഗ്സ് പിടിക്കും. നമ്മൾ ഏകദേശം കാണും ന്യൂജൻ ഡ്രഗ്സ് ആൾക്കാരുടെ ശരീരത്തിലെ സ്ട്രക്ചർ ഒക്കെ നോക്കി നിർത്തും. ഒരു പയ്യനെ കൈ കാണിച്ചു നിർത്തി നല്ല സുരേഷ് ഗോപി സ്റ്റൈലിൽ വന്ന് ഇറങ്ങി കണ്ണടയൊക്കെ ധരിച്ചു മാറ്റി പരിശോധിച്ചു. വാഹനത്തിലൊന്നുമില്ല. അവന്റെ ഡ്രസ് പരിശോധിച്ചൊന്നുമില്ല. അവസാനം പേഴ്സ് ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് ചോദിച്ചപ്പോ ഒരു ചെറിയൊരു വിറ ഇങ്ങനെ കൈവറ ഈ വിറക് ഹൃദയമെടുപ്പ് ഹൃദ്മിക്സൊക്കെ ഹൃദയത്തെ കിട്ടിപ്പിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. അവന്റെ പേഴ്സ് വാങ്ങി ഓരോ ഭാഗം നോക്കിയപ്പോ നിങ്ങൾ അറിയണം അതിന്റെ ഒരു ഭാഗത്തില് ഒളിപ്പിച്ചു വെച്ച രീതിയിൽ കാണുന്ന പഞ്ചസാര തരി പോലുള്ള ഉപ്പിന്റെ തരി പോലുള്ള ചെറിയ വെള്ളപ്പൊടികൾ കണ്ടത്. ആ പൊടിയുടെ പേരാണ് പ്രിയപ്പെട്ട PMP ഹെർബീസ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അതിന്റെ പേരാണ് MDMA. നിങ്ങള് പുതിയ മക്കളെ, നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിലൊക്കെ കേൾക്കും. ഞാനിങ്ങൾ 81, 86 വയസ്സ് അന്നത് MDMA എന്ന് പറഞ്ഞ സാധനമില്ല. അന്നാകെ നമ്മൾ കേട്ടത് ഡോക്ടർ പ്രദീപ് കുമാർ MD എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഡോക്ടറുടെ ഡെസിഗ്നേഷൻ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുക. MDMA എന്ന് പറയുന്ന സിന്തറ്റിക് ഡ്രഗ്സ് ഈ ചെറുപ്പക്കാരുടെ കയ്യിൽ നിന്ന് പിടിക്കപ്പെട്ടു. ആ ഫ്ലോ എങ്ങനെ വേണ്ടേ? ഈ ഫ്ലോക്ക് ശേഷം അടുത്ത ബിന്ദുരാജിന്റെ ഫ്ലോ ശേഷം നമ്മൾ ഡോക്ടർ വരുന്നത് എല്ലാം കഴിഞ്ഞ അനുമോദനത്തിലൂടെ ഈ നിമിഷം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ, ഏറ്റവും നല്ല വസന്തകാലത്തെ ഓർമ്മിപ്പിക്കുന്ന നിമിഷമായി കൈ പിടിച്ചുകൊണ്ടൊക്കെ നിങ്ങൾ കൈകൊടുത്തൊക്കെ പിരിയുന്ന ആ ഓർമ്മകളിലേക്ക് വരണം. അതുകൊണ്ട് ഞാൻ വിഷയത്തിന്റെ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിയാണ്. അതായത് ഈ പയ്യന്റെ പേഴ്സിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞത് അതിന്റെ ഉള്ളിൽ കിട്ടിയ സാധനമാണ് ഈ ഉപ്പ് അല്ലെങ്കിൽ പഞ്ചസാരന്റെ ചെറിയ തരി പോലെ.
ഈ സാധനത്തിന് 1 ഗ്രാമിന്റെ വില തലശ്ശേരി ഭാഗത്തൊക്കെ പിടിക്കപ്പെടുമ്പോൾ എത്രയാണെന്നറിയാം? 6000 മുതൽ 12000 വരെ. ആ സാധനത്തിന്റെ വില MDMA. എന്റെ ഇത്ത നിങ്ങൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന മാല 1 ഗ്രാമിന് 4800 രൂപയുള്ളൂ. ഈ ലഹരി വസ്തുവിന്റെ പേരാ പറഞ്ഞത് 6000 മുതൽ 12000 രൂപ വരെയുള്ള ലഹരി വസ്തുക്കള് ഇന്നത്തെ യുവത്വം നഗരത്തിന്റെ ഉള്ളിൽ വരെ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ ചെറുപ്പക്കാരനെ പിടിച്ചു. ആ ചെറുപ്പക്കാരനെ പിടിച്ച് വണ്ടി ഇരിക്കുമ്പോൾ അവൻ ആദ്യം പറയുന്നതാണെന്നറിയോ? എന്റെ കല്യാണത്തിന് 7 ദിവസമുള്ളൂ സാർ. ചതിക്കരുത് സാർ, എന്റെ വീട്ടുകാരോട് പറയരുത്, എന്റെ വീട്ടിൽ അറിയിക്കരുത്. പ്രവാസ ലോകത്തു നിന്നും കല്യാണത്തിന് വേണ്ടി 1 മാസം ലീവ് എടുത്ത് വന്നതാണ് സാർ, എന്റെ കല്യാണമാണ്, ചതിക്കരുത്. അത് കേട്ടപ്പോ നമ്മളത് ചെയ്തെന്നറിയാം. അവനെ മോനെ പേടിക്കുന്നത് വേണമെന്ന് പറഞ്ഞ് വണ്ടിയിൽ എത്തിയതിനു ശേഷം അവനെ കൊണ്ട് നമ്മളവിടേക്ക് പോയി ഓഫീസിലെത്തി. ആ ഓഫീസിലെത്തിയ ശേഷം ഇതുപോലെ ഒരു കസേര ഇട്ട് കൊടുത്തു. അവനോട് ചോദിച്ചു, നീ അവസാനം പറഞ്ഞ വാക്ക് പറ. അവൻ പറയാം, എന്റെ കല്യാണത്തിന് ഇനി 7 ദിവസം മാത്രമേ ഉള്ളൂ, ഒരാഴ്ച മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട ഹെഡ്പീസിനോട് ഞാൻ ചോദിക്കുന്നു, അന്ന് അവനോട് ചോദിച്ച കൗണ്ടർ ചോദിക്കുക, നീ എന്താ പറഞ്ഞത്? എന്റെ കല്യാണത്തിന് ഇനി 7 ദിവസം മാത്രമേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ട 27 വയസ്സുള്ള ചുറുചുറുക്കുള്ള പ്രവാസ ലോകത്തിൽ നിന്ന് പ്രതീക്ഷയോടുകൂടി കന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ സ്വപ്നങ്ങളെ കുറിച്ച്, പ്രതീക്ഷകളെ കുറിച്ച്, മോഹങ്ങളെ കുറിച്ച് നീ ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ? നീ കല്യാണം കഴിക്കാൻ വന്ന പെൺകുട്ടിയുടെ അമ്മയുടെ സ്വപ്നങ്ങളെ കുറിച്ച്, പ്രതീക്ഷകളെ കുറിച്ച് നീ ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ? നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ പിതാവിനെ കുറിച്ച്, ആ പിതാവിന്റെ വിയർപ്പിന്റെ ത്യാഗത്തിന്റെ മൂല്യമല്ലേ അന്ന് അവർ അണിഞ്ഞു വരുന്ന ആഭരണങ്ങൾ ഒരു നിമിഷം നീ ചിന്തിച്ചിട്ടുണ്ടോ? ഈ വൈവാഹിക ജീവിതം എത്ര കാലത്തേക്കാണ് പ്രിയപ്പെട്ട സഹോദര, എന്റെ 27 വയസ്സുള്ള സഹോദര, നിന്നെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന, താലി കെട്ടാൻ കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മാനസിക അവസ്ഥ നീ എന്തുകൊണ്ട് ഉൾക്കൊണ്ടില്ല? അവൻ ഉത്തരവുണ്ടായില്ല. നിങ്ങൾ അറിയണം, എനിക്ക് പെൺകുട്ടികളുണ്ട്. നമ്മുടെ പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയായി നല്ല വിദ്യാഭ്യാസം നൽകി ഒരു ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ, അങ്ങനെ ചെറുപ്പക്കാരുടെ കയ്യിൽ കൊടുത്തതിനു ശേഷം സ്വസ്ഥമായി ഒരു ഗൃഹജീവിതം നയിക്കാൻ ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ, ഇന്ന് നിങ്ങൾ അറിയണം, കല്യാണം കഴിഞ്ഞതിന് ശേഷം സ്വസ്ഥതയില്ലാത്ത ജീവിതവുമായി പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാർ നെട്ടോടുകൊണ്ടുള്ള വർത്തമാനകാല സാഹചര്യങ്ങൾ കാണാം. ഇന്ന് ന്യൂജൻ ഡ്രഗ്സുകൾ പിടിക്കപ്പെടുന്നതിൽ ഭൂരിഭാഗം കുട്ടികൾ ന്യൂജൻ ഡ്രഗ്സുമായിട്ട് മാറിയിരിക്കുന്നു. സ്റ്റാമ്പ്, സ്റ്റിക്കർ, മെറ്റാഫിറ്റാമിൻ, LSD, MDMA തുടങ്ങിയ ന്യൂജൻ ഡ്രഗ്സ് ഗുളിക രൂപത്തിൽ പോലും വരുന്നു. ഇത്തരം ലഹരി വസ്തുക്കൾ നമ്മുടെ കുട്ടികളിലേക്ക് ആകർഷിക്കപ്പെടാതിരിക്കാനാണ് BMP ഒരുക്കിയ ഇത്തരം ഒരു പരിപാടിയിൽ ഈ സൈബർ ലഹരിയും ജീവിതത്തിന്റെ ആരോഗ്യവശവും ചേർത്തുകൊണ്ട് മനോഹരമായ ഒരു മാലയിലെ മുത്തുകളെ പോലെ മനോഹരമായ ഒരു വിഷയത്തെ നിങ്ങൾ പുറത്തിറക്കിയത് പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നിങ്ങൾ അറിയണം. അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരോട് അടിവരടി ഞാൻ പറയാം, നമ്മുടെ മക്കളൊക്കെ രാത്രി കൃത്യസമയത്ത് വീട്ടിലുണ്ടോ നമ്മൾ ആദ്യം നോക്കണം. എന്താണെന്നറിയോ? ഇപ്പൊ കടപ്പാട്ടൊക്കെ രാത്രി 12-1 മണിക്ക് പോയി കഴിഞ്ഞാൽ സ്കൂട്ടർ കൊടുത്ത്, ബൈക്ക് കൊടുത്ത് കറങ്ങുന്ന സാധനങ്ങൾ എവിടുന്നാ വരുന്നത്? വീട്ടിൽ നിന്നല്ലേ. ഇതാരാ തുറന്നു വിടുന്നത്? എന്റെ നമ്മുടെ മക്കൾ പട്ടങ്ങളായിക്കോട്ടെ, ആകാശത്തിന്റെ അനന്ത വിഹായസിലേക്ക് പറക്കുന്ന വെമ്പൽ കൊണ്ട പട്ടങ്ങളായിക്കോട്ടെ, ആ പട്ടത്തിന്റെ നൂല് പിടിക്കേണ്ട ഉത്തരവാദിത്തം എന്നിലും നിങ്ങളിലുമുണ്ട്. ആ പട്ടം പറന്നോട്ടെ, സ്വപ്നം കണ്ടോട്ടെ, ആകാശത്തിന്റെ അനന്ത വിഹായസിലേക്ക് പറന്നോട്ടെ, ആകാശത്തിന്റെ ഉയരങ്ങളിലേക്ക് പറന്നോട്ടെ, പൂമ്പാറ്റകളെ പോലെ അന്തരീക്ഷത്തിലേക്ക് പറന്നോട്ടെ, ശലഭങ്ങളെ പോലെ പറന്നോട്ടെ. ആ പറക്കുന്ന പട്ടങ്ങളുടെ നൂല് കൃത്യമായി നമ്മുടെ കൈവെള്ളയിൽ ഒതുങ്ങിയില്ലെങ്കിൽ ആ പട്ടം ദിശാബോധം തെറ്റി കാറ്റിന്റെ വിപരീത ദിശയിൽ സഞ്ചരിച്ച് ലഹരി മാഫിയുടെ കയ്യിൽ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ നൊന്ത് പ്രസവിച്ച ഏക പ്രതീക്ഷയോടുകൂടി നമ്മൾ അവന് വേണ്ടി ജീവിക്കുമ്പോൾ, അവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ, അവനും അവളും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ ഇത്തരം ലഹരി മാഫിയുടെ കൈകളിലേക്ക് അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ കണ്ണീര് കുടിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വന്നു പോകും. അതുകൊണ്ട് രാത്രി മഗ്‌രിബ് വാങ്ങു കൊടുത്തതിന് ശേഷം, രാത്രി സന്ധ്യാസമയം വീട്ടിൽ വിളക്ക് വെച്ചതിന് ശേഷം, എന്റെയും നിങ്ങളുടെയും കുട്ടികൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടോ എന്ന് നിങ്ങൾ ഹാജരെടുക്കണം. സ്കൂളിന് മാത്രമല്ല ഹാജരെടുക്കേണ്ടത്, വീട്ടിൽ നിന്ന് നിങ്ങൾ ഹാജരെടുക്കണം. വൈകുന്നേരം കോഴിയെ പണ്ട് കൂട്ടിൽ കേട്ടാറില്ലേ? തള്ളക്കോഴി വിളിച്ചപ്പോ എന്ന് പറഞ്ഞ് കൂട്ടിൽ കേട്ടാറില്ലേ? ഒരു നിശ്ചിത ദിവസം കഴിഞ്ഞാൽ വളരെ കൂളായിട്ട് സമയമാകുമ്പോ കോഴി അങ്ങോട്ട് കയറി പോകുന്നില്ലേ? നമ്മുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങളൊക്കെ കയറി പോകുന്നില്ലേ? അതുപോലെ കൃത്യസമയത്ത് മഗ്‌രിബ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മഗ്‌രിബായാൽ
അല്ലെങ്കിൽ സന്ധ്യാസമയത്തിൽ വീട്ടിൽ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ എന്റെ ആലയത്തിലേക്ക്, എന്റെ ഭവനത്തിലേക്ക്, എന്റെ അമ്മയോടൊപ്പം, എന്റെ അച്ഛനോടൊപ്പം, എന്റെ കുടുംബത്തോടൊപ്പം എനിക്ക് കഴിയേണ്ട സമയമാണ്, പഠിക്കേണ്ട സമയമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ ഭവനത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കണം. അതിന് നമ്മൾ ഈ കാര്യത്തിൽ കൃത്യമായ ഒരു ചട്ടക്കൂട് കൊണ്ടുവരണം. പല കുട്ടികളിൽ നിന്ന് ടർഫ് മോശമൊന്നുമില്ല, ടർഫിൽ കളിക്കണം, നല്ലതാണ്. നമ്മൾ കായിക ലഹരിയും കലാലഹരിയും പ്രോത്സാഹിപ്പിക്കാം. പക്ഷേ അടുത്ത കാലത്ത് ഒരു മീറ്റിംഗ് കൂടിയിട്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ടർഫിലൊക്കെ സമയം നിശ്ചപ്പെടുത്തിയിട്ടുണ്ട്. ആ ടർഫിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് ടോൾ ഫ്രീ നമ്പർ വെച്ചിട്ടുണ്ട്. ആ ടർഫിൽ തന്നെ ആരെങ്കിലും സംശയാസ്പദമായ രീതിയിൽ വന്നതിന് വിളിക്കാനുള്ള സംവിധാനം എക്സൈസും പോലീസും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവിടെയും കുട്ടികളെ വഴിതെറ്റിക്കാൻ ഈ സാമൂഹ്യ വിരുദ്ധരുടെ സാധ്യതയില്ലേ? കാൽപന്തുകൾ കൊണ്ട് വിസ്മയ സൃഷ്ടിക്കാൻ, ഓടുമ്പോൾ ചാടുമ്പോൾ വേദനയില്ലാതിരിക്കാൻ, വേഗത്തിൽ പന്തടിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാമൂഹ്യ വിരുദ്ധം നമ്മുടെ മക്കളുടെ ഇടയിലേക്ക് സ്വാധീനിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇതൊക്കെ മുൻകൂട്ടി കൊണ്ടുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ പോലീസും എക്സൈസും നടപ്പിലാക്കുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഞാൻ നിങ്ങൾ ഉൾക്കൊള്ളുന്ന രക്ഷിതാക്കന്മാരെന്ന രീതിയിൽ നമുക്കും അതിൻ്റെതായ ഉത്തരവാദിത്വം വേണം. നിങ്ങൾ അറിയണം, രാത്രി 12 മണിക്കൊക്കെ ഇങ്ങനെ അലഞ്ഞു വരുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കൾ വന്നാല് രാത്രി 12 മണിക്ക് ഇങ്ങനെ കോളിംഗ് ബെല്ലടിച്ചിട്ട് വാതിലിങ്ങനെ തുറന്നു കൊടുക്കുമ്പോൾ അമ്മക്കറിയാം ഈ വാതിൽ തുറന്നു കൊടുത്തിരിക്കുമ്പോ ഈ വാതിലിന് മുന്നിൽ കോളിംഗ് ബെല്ലടിച്ച് അമ്മയെന്ന് വിളിച്ചത് എന്റെ മകന്റെ ശബ്ദമാണെന്നറിയാം. പക്ഷെ വാതിൽ തുറന്നു കൊടുത്ത ചൂരിദാറിട്ട അമ്മയെ, അല്ലെങ്കിൽ സാരിയിട്ട അമ്മയെ, പർദ്ദയിട്ട അമ്മയെ കാണുമ്പോൾ ഇതെന്റെ അമ്മയാണ് കയറി വരുന്ന മകന് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ സ്വബോധം വേണം. ഈ രാത്രി കയറി വരുന്ന കുട്ടികൾക്ക് സ്വബോധം വേണം. ഇത്തരം കഞ്ചാവ് ഉൾപ്പെടെയുള്ള മാരകമായ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാണ് നമ്മുടെ കുട്ടികൾ കടന്നു വരുന്നതെങ്കിൽ അവൻ അമ്മയെ തിരിച്ചറിയാൻ സാധിക്കില്ല, അവൻ മകളെ തിരിച്ചറിയാൻ സാധിക്കില്ല, അവൻ സഹോദരിയെ തിരിച്ചറിയാൻ സാധിക്കില്ല. വിശേഷ ബുദ്ധി മനുഷ്യനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. അത് നഷ്ടപ്പെട്ടു പോകും. ആ വിശേഷ ബുദ്ധി സ്വഭാവം നഷ്ടപ്പെട്ടു പോകുന്ന പുത്തൻ ലഹരി വസ്തുക്കളിലേക്ക് ഈ നാടിന്റെ മക്കളെ വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു സംഗമത്തിൽ വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായ 3 വിഷയങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഇതിന്റെ സംഘാടനം ശ്രമിച്ചപ്പോ ഏറെ സന്തോഷം. അതിന്റെ തീയതി അതിലേറെ സന്തോഷം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിക്കുമ്പോൾ ആ ജൂൺ 26 മാത്രം നമ്മൾ ആ ദിനത്തിന്റെ പ്രാധാന്യം കൊണ്ട് ഒതുങ്ങി പോയത് എല്ലാ ദിവസവും ജൂൺ 26 ഹൃദയത്തോട് പറഞ്ഞുകൊണ്ട് ഈ മദ്യവും മയക്കുമരുന്നും ഈ പുകയില ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കാതെ ഏറ്റവും മനോഹരമായ സർഗാത്മകമായ ലഹരിയിലേക്ക് നമ്മുടെ മക്കളെ ക്രിയേറ്റിവിറ്റിയൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഏറ്റവും നല്ല ലഹരി വീട്ടിലാണുള്ളത്. വീട്ടിൽ നിന്ന് കിട്ടുന്ന ലഹരിക്ക് പകരം മറ്റൊരു ലഹരിയില്ല. ഓടണ്ട എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, വീട്ടിൽ ലഹരിയുണ്ട്, അമ്മ എന്ന ലഹരിയുണ്ട്, വീട്ടില് അച്ഛൻ എന്ന ലഹരിയുണ്ട്. അത്തരം ലഹരികളുമായി ആത്മബന്ധം സ്ഥാപിക്കുക. ഈ സത്യസന്ധമായി ഇവിടെ കൂടിയിരിക്കുന്ന കുട്ടികളൊന്ന് പറ, എന്നോട് പറയണ്ട, നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുക. നിങ്ങൾ പഠിക്കുന്ന കുട്ടികളല്ലേ? നിങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരോടാ? വീട്ടിലെത്തി കഴിഞ്ഞാൽ ജീവനുള്ള അമ്മ അവിടെ നിന്ന് ചായ ഉണ്ടാക്കുന്നുണ്ടാവും, ജീവനുള്ള അച്ഛൻ അവിടെ കസേരയിൽ ഇരുന്നിട്ടുണ്ടാവും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കുട്ടികളെ, ഇതിന്റെ യുവത്വം വീട്ടിലെത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ജീവനുള്ള അമ്മയോടല്ല, ജീവനുള്ള അച്ഛനോടല്ല, ജീവനുള്ള അച്ചാച്ചനോടല്ല, ജീവനില്ലാത്ത ഈ പറയുന്ന തീപ്പെട്ടിക്കൂട് പോലുള്ള ചതുരാകൃതിയുള്ള വസ്തുവിനോടാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ വേണ്ട, ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അമ്മ വേണ്ട. പഴയ കാലത്തൊക്കെ നമ്മളൊക്കെ കല്യാണത്തിന് പോകുമ്പോ അമ്മയാരും ഉമ്മയാരും പറയും, എന്നെ തലശ്ശേരിയിൽ കല്യാണത്തിന് കൊണ്ടുള്ള ഞാനും വരുന്നു, എനിക്ക് കാണാച്ച ഞാനും വരുന്നു കാണണം. ഇന്ത്യന്റെ യുവത്വത്തിന്റെ ചെറിയ കുട്ടികളടക്കം പറയാം, അച്ഛൻ എവിടെയാ പോകുന്നത്? ഗൾഫിലോ, ദുബൈയിലോ, റാസൽ ഖൈമയിലോ, ദേരയിലോ, അലയിലോ, മസ്കത്തിലോ, ഒമാനിലോ, എവിടെ വേണമെങ്കിൽ പോയിക്കോ അച്ഛ, എവിടെ വേണമെങ്കിൽ പോയിക്കോ അമ്മേ. പക്ഷെ ഈ സാധനം അവിടെ വെക്കണേ, ഈ സാധനം അവിടെ വെക്കണേ, ഈ സാധനം അവിടെ വെക്കണേ എന്ന് പറയുമ്പോൾ അമ്മക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മാറുകയാണോ? അച്ഛന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മാറുകയാണോ? മക്കളുടെ ഹൃദയബന്ധങ്ങൾ, ആത്മബന്ധങ്ങൾ ജീവനുള്ള മാതാപിതാക്കളിൽ നിന്ന് മാറി ജീവനില്ലാത്ത ഈ വസ്തുവിലേക്ക് പോവുകയാണോ? അതും നമ്മളത് നോക്കണം. ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ മനോഹരമായ വാക്കുണ്ട്, I fear the day when technology overlaps with our humanity. ഞാൻ ഭയപ്പെടുകയാണ്, അതേ പറയുകയാണ്. ഏത് സാങ്കേതികത മാനവികതയെ മൂടുന്ന ഒരു ദിവസം ഇവിടെ വരികയാണെങ്കിൽ ആ ദിവസത്തെ ആലോചിച്ച് ഞാൻ ഭയപ്പെടുകയാണെന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടെങ്കിൽ 24 hours ഈ നീല വെളിച്ചത്തിന്റെ ഉള്ളിലേക്ക് വർത്തമാനകാലം പോയി കഴിഞ്ഞാൽ അന്ന് ഈ ലോകത്ത് ജീവിക്കുന്നത് വെറും പമ്പര വിട്ടികൾ മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഐൻസ്റ്റീൻ. ആ ഒരു സാഹചര്യത്തിലേക്കാണോ നമ്മുടെ നാട് നീങ്ങുന്നത് എന്നുള്ളത് നിങ്ങൾ ചർച്ച ചെയ്യണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ പല കുട്ടികളും പറയും, രാത്രി പഠിച്ച് 11 മണി കഴിഞ്ഞാൽ ഈ 11 മണിയായി
ഇനി 1 മണിക്കൂർ 12 മണിയാവാനുള്ളൂ. 4 GB 2 GB തീർന്നിട്ടുള്ളൂ. ഇനി 2 GB എങ്ങനെ തീർക്കുക? ആർക്കെങ്കിലും ഹോട്ട്സ്പോട്ട് പോകണം, അല്ലെങ്കിൽ പുതപ്പിന്റെ ഉള്ളിൽ കൂടി നീല വെളിച്ചവുമായി മല്ലിടുമ്പോ നമ്മുടെ സർഗാത്മകമായ കഴിവുകളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ പഠനങ്ങളെ, ഇതൊക്കെയാണ് പ്രിയപ്പെട്ട കുട്ടികളെ ബാധിക്കുക. അതുകൊണ്ടാണ് നേരിന്റെ ലഹരി, സത്യത്തിന്റെ ലഹരി, നന്മയുടെ ലഹരിയിലേക്ക് വരുന്നത്. ഞാൻ ഇങ്ങനെ ഒരു സദസ്സായതുകൊണ്ട് മറ്റു ലഹരി പദാർത്ഥങ്ങളുടെ പേര് പറഞ്ഞ് അതിന്റെ ദുരന്തങ്ങളൊന്നും നിങ്ങളോട് പറയുന്നില്ല. അങ്ങനെയൊക്കെ പറയണമെങ്കിൽ പിന്നെ 3 മണിക്കൂറൊക്കെ വേണ്ടി വരും. അതുകൊണ്ട് ആ ഭാഗം ഞാൻ സ്പർശിക്കാതെ ഒരു ഔട്ട്ലൈനിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ആ ഔട്ട്ലൈനിലൂടെ കടന്നു പോകുമ്പോൾ 81, 86 ബാച്ചിലെ രക്ഷിതാക്കന്മാർക്കും അവിടെ പ്രിയപ്പെട്ട മക്കൾക്കും മനസ്സിലാവും. കാരണം വർഷം കുറെ കഴിഞ്ഞും സൗഹൃദ ബന്ധത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത്തരം സ്നേഹമാണ്, സൗഹാർദ്ദമാണ് യഥാർത്ഥ ലഹരി എന്ന് പ്രിയപ്പെട്ട കുട്ടികളെ കാണിച്ചു കൊടുക്കാനാണ് അച്ഛനും അമ്മയും കൈപിടിച്ചുകൊണ്ട് അച്ഛന്റെ പഴയ സുഹൃത്തിനെ, അമ്മയുടെ പഴയ സുഹൃത്തിനെ ആ ഹൃദയ ബന്ധങ്ങൾക്ക് യാതൊരു കോട്ടവും സംഭവിക്കാതെ എന്നും കാത്തു സംരക്ഷിക്കുന്നതിന്റെ ഏറ്റവും നല്ല നിമിഷങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരം നല്ല നിമിഷങ്ങളൊക്കെയാണ് വളർന്നു വരുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ ചിന്തകളുടെ ഉള്ളിലേക്ക് പോവേണ്ടത്. ഇനി 1-2 കുട്ടികളെ വിളിച്ച് ഞാൻ ഇതിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. നമ്മുടെ ടൈം ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒരു നിശ്ചിത സമയത്തിന് തീർക്കേണ്ടതാണ്. അതുകൊണ്ട് 1-2 കുട്ടികളെ വിളിച്ച് ഈ ക്ലാസിന്റെ അവസാന ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു രക്ഷിതാവും ഒരു കുട്ടിയും വന്നു കഴിഞ്ഞാൽ ഇതിന്റെ എന്താണോ ഞാൻ ഉദ്ദേശിച്ച കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയും ഒരു മോളെയും കുട്ടിയോ ഒരു മോനെയും കുട്ടിയോ വരില്ലേ, ഇന്ന ആളുകൾ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ വരാമെന്ന് വളരെ ചട്ടുലതയോടുകൂടി പറഞ്ഞു വന്നോടെ പച്ചയേച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്നാൽ ഞാൻ തന്നെ വന്നാലോ എന്ന്. ആ പച്ചയേച്ചി ഇങ്ങോട്ട് പോരി, യാതൊരു സംശയവുമില്ല. ഏച്ചി മോളെയും കൂട്ടി ഇങ്ങോട്ട് വാ, നമ്മുടെ ക്ലാസ് പെട്ടെന്ന് ഇവിടെ അവസാനിപ്പിച്ച് വിദ്യരാജ് സാറിന്റെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകണം. ആ പച്ചയേച്ചി 86 ബാച്ച് വളരെ ചടുലതയോടുകൂടി അമ്മയുടെ സുഹൃത്തുക്കളെ മോളിൽ കണ്ടിട്ടുണ്ട പരിചയപ്പെടുത്തുന്നില്ല. അച്ഛന്റെ സുഹൃത്ത്, ഓക്കെ, കുഴപ്പമില്ല. അച്ഛന്റെ സുഹൃത്തും അമ്മയുടെ സുഹൃത്തും ഒക്കെ ഒരു കുടുംബം പോലെയല്ലേ. 81, 86 ഹേർട്ട് ബീറ്റ്സ് BEMB. ഓർമ്മയില്ലേ? വാ ഇങ്ങോട്ട് വാ. എന്തിനാ അമ്മയെ നമ്മളെല്ലാം പിടിച്ചിങ്ങനെ ഇതെല്ലാം നിങ്ങളുടെ കുടുംബക്കാർ 81, 86. ഞാനും വിദ്യരാജ് സാർ പറയാനും 1-2 പേര് മാത്രമേ പുറത്തുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങളുടെ കുടുംബക്കാരല്ല. നമ്മളൊന്നും കൂടി കൊണ്ടെടുത്ത് നോക്കട്ടെ. അമ്മയെ ചേർന്ന് തന്നെ നോക്കട്ടെ. ചേർന്നില്ല ഇത് പറയാം 81, 86. ഇതിലാരാ ഹൈറ്റ് കൂടുതൽ നോക്കട്ടെ. നിങ്ങൾ പറഞ്ഞ അമ്മ ഒരു 2 സെന്റിമീറ്റർ കൂടുതലില്ലേ? ഇനി അമ്മയുടെ ചോദ്യം 81, 86 ബാച്ചുകാരനായ ഭർത്താവ് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഭർത്താവ് ഫുൾ ടൈം മൊബൈൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ഏറ്റവും സിമ്പിൾ ചോദ്യം ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സിന്റെ ചെറിയ ഭാഗം ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഉദ്ദേശിക്കുന്നത്. ഇത്തരം പദാർത്ഥ ലഹരി നമ്മുടെ വീട്ടിലേക്ക് കയറാതിരിക്കാൻ നമ്മൾ എന്ത് ശ്രദ്ധിക്കണമെന്നതാണ് ചേച്ചി ഞാൻ ചോദിക്കുന്നത്. മോളും ചേച്ചി നല്ല ഹൈറ്റ് ഈക്വലാക്കണം. അപ്പൊ മോളെ എന്ത് ചെയ്യാൻ പറ്റും? ഈക്വലാക്കാൻ എന്താ ചെയ്യാൻ സാധിക്കും? മോളെ ചേച്ചിന്റെ അതേ ഹൈറ്റിലെത്തിക്കണം. ഇപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ കഴിയാം? ഒരു അപ്പൊ മോളും ചെരുപ്പ് വെച്ചോ. അതിനുശേഷം 2ാം ചെരുപ്പത്തിട്ട് എനിക്ക് 2 വലിയ പറ പച്ചേച്ചി ഉത്തരം പറഞ്ഞു. എങ്ങനെയാണ് പച്ചേച്ചി എന്റെ പ്രിയപ്പെട്ട മോളെ ഈക്വലായിട്ട് കൊണ്ടുവരണമെങ്കിൽ എങ്ങനെ മോളെ അമ്മയുടെ അതേ ഉയരത്തിലേക്ക് എത്തിക്കാൻ ഈ നിമിഷം എങ്ങനെ സാധിക്കും? അവിടെ പൊന്തി നിൽക്കണം. വട്ടിയില്ല. ഇപ്പൊ ഞാൻ അല്പം താഴ് കൊടുക്കുന്നു പറയേയില്ല. അപ്പൊ അല്ലെ എന്റെ പ്രിയപ്പെട്ട മോൾക്ക് വേണ്ടി ഞാൻ അല്പം താഴ് കൊടുത്താൽ ചെരിപ്പട്ടിക്കേട്ട എന്റെ മോൾക്ക് വേണ്ടി ഞാനൊക്കെ താഴ് കൊടുക്കും. ഇനി മോളാണ് ഉയരത്തിലെങ്കിൽ അമ്മക്ക് വേണ്ടി ഞാനൊക്കെ താഴ് കൊടുക്കും. അതല്ലേ ഏറ്റവും മനോഹരമായ ലഹരി. നമ്മുടെ മക്കള് ഉയരത്തിലാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് വേണ്ടി കുറച്ച് താഴ് കൊടുക്കുക. എന്റെ അമ്മയാണ് ഉയരത്തിൽ നമുക്ക് താഴ് കൊടുക്കുക. ഇനി മോളോട് ചോദ്യം 3ാം വർഷം ബിരുദ വിദ്യാർത്ഥിയെ മോളോട് ചോദിക്കുന്നു. മോളുടെ കണ്ണുകൾ നോക്കിയിട്ട് ലഹരി ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. പേടിയില്ല, വളരെ കൃത്യമായിട്ട് ഞാൻ പറയും. കുഴപ്പം നോക്കിയിട്ട് അച്ഛൻ
ഞാൻ പറയുന്നു, 3-ാം വർഷ വിദ്യാർത്ഥിയായി ഇന്നിന്റെ യുവത്തെ, നാളത്തെ ഇന്ത്യയുടെ ഭാവി വാഗ്ദാനമേ, വളരെ വ്യക്തമായി കണ്ണു നോക്കിയിട്ട് പറയുന്നു, മോളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലഹരികളിൽ ഒന്ന് മോളുടെ അമ്മയാണ്. ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കട്ടെ? ശരിയാണ്. അച്ഛനൊക്കെ അച്ഛനോട്ടെ. ഇനി ഈ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം പറയട്ടെ. ഈ ലഹരി മറ്റ് പദാർത്ഥങ്ങളെ കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കേണ്ട, നന്മകളെ കുറിച്ച് മാത്രം ചേർത്ത് വെച്ചാൽ മതി. എന്റെ പേര് പറയാം, അരോമേ. 10 മാസം നൊന്ത് പ്രസവിച്ച പ്രിയപ്പെട്ട അമ്മയാണിത്. എന്നും ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ കോരിയണം എന്റെ അമ്മ. 10 മാസം, ആ 10 മാസം നൊന്ത് പ്രസവിച്ച അരോമ ഓർമ്മയാണ്. അരോമയ്ക്ക് പേര് പോലും ഉണ്ടാവില്ല. ആ ആശുപത്രി കിടക്കയിൽ ഇങ്ങനെ പ്രസവിച്ചു കഴിഞ്ഞാല് ഒരമ്മയും മലർന്നു കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയില്ല. ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞു കിടന്ന് അത് അരോമ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട മോളെ മാറോട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് താരാട്ടുപാട്ട് പാടി മോൾ ഉറങ്ങിയാൽ അല്പം സമയം മയങ്ങുന്ന ഭൂമിയിൽ ജീവിക്കുന്ന വിസ്മയമായ ദൈവത്തിന്റെ പേരാണ് അമ്മ. ഏറ്റവും മനോഹരമായ ലഹരി. അർദ്ധരാത്രി ആശുപത്രി കിടക്കയിൽ പ്രസവിച്ചതിന് ശേഷം മോള് ജസ്റ്റ് കരഞ്ഞു കഴിഞ്ഞാൽ കരച്ചു നിർത്തുന്നില്ലെങ്കിൽ ആ വാതിൽ തുറന്ന്, റൂമിന്റെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി ലോകം മുഴുവൻ ഉറങ്ങുമ്പോ മോളെ വാരി എടുത്തുകൊണ്ട് താരാട്ട് പാട്ട് പാടി ഒരുപക്ഷെ ഒരു ദിവസം 10 സെക്കൻഡ് പോലും ഉറങ്ങാൻ സമയം കിട്ടാത്ത ഭൂമിയിലെ ജീവിക്കുന്ന വിസ്മയ ദൈവത്തിന്റെ പേരാണ് അമ്മ. ഒന്നും കണ്ടില്ലെങ്കിൽ അരോമ കോളേജിൽ പോയിട്ട് ഈ ലേറ്റ് ആയി കഴിഞ്ഞാൽ സങ്കടമാകുന്ന, അരോമയെന്ന് വിളിച്ചില്ലെങ്കിൽ നൊമ്പരമാകുന്ന ഈ ഭൂമിയിലെ ജീവിക്കുന്ന ദൈവത്തിന്റെ പേരാണ് അമ്മ. ആ അമ്മയുടെ കൈകരുത്ത് ഓടിച്ചുകൊണ്ടാണ് ആദ്യത്തെ പാദചലനം. അമ്മയുടെ നാവിത്തുമ്പിൽ നിന്നാണ് ആദ്യം മാതൃഭാഷ അറിഞ്ഞത്. അമ്മയുടെ അമ്മിഞ്ഞപ്പാലിൽ നിന്നാണ് ആദ്യം പ്രകൃതിയുടെ മാവിൽ നുകർന്നത്. അമ്മയുടെ വിയർപ്പിൽ നിന്നാണ് ആദ്യം പ്രകൃതിയുടെ ഗന്ധം തിരിച്ചറിഞ്ഞത്. ഒന്ന് കണ്ടില്ലെങ്കിൽ സങ്കടമാവുന്ന, ഒന്ന് വിളിച്ചില്ലെങ്കിൽ നൊമ്പരമാവുന്ന മാസ്മരികമായ പോസിറ്റീവ് ലഹരി അതാണ് അമ്മ. ഓർമ്മിക്കണം, അമ്മ ഇങ്ങനെയൊന്നുമല്ല. അരോമയെ അമ്മയുടെ കല്യാണ ഫോട്ടോ വീട്ടിൽ പോയി നോക്കിയിട്ട് ഇതിലും സുന്ദരിയാണെന്നാ നോക്കിക്കോ. ഇപ്പൊ അമ്മയുടെ കണ്ണിനടിയില് ചെറിയൊരു കറുത്ത കല വരുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ എന്റെ അരോമ എങ്ങനെ വന്നെന്നറിയോ? രാവിലെ എഴുന്നേറ്റ് അരോമയ്ക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പിന്റെ ഭാഗത്തേക്ക് പോയപ്പോ, ഗ്യാസ് തുറന്നു പോയപ്പോ എന്റെ പ്രിയപ്പെട്ട മോള് ചായ കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ പോകുമല്ലോ എന്ന് കരുതി പഴയ അടുപ്പിൽ പോയി ഓല വെച്ച് ഊതി അങ്ങനെ വന്ന ചെറിയൊരു കറുപ്പ് കല്യാണത്. അമ്മയുടെ നെറ്റിതത്തിൽ ചെറിയ ചുരുക്കുണ്ടെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പിന്റെ കൊണ്ടിരുന്ന് ഊതി അങ്ങനെ വന്നതാണ് കേട്ടോ. അതാണ് അമ്മ. ചേർത്ത് പിടിക്കാൻ കേൾക്കാം. അമ്മയെന്ന ലഹരിയാണ്. ചേർത്ത് പിടിച്ചാലില്ലേ ഈ ലോകത്ത് സബ്സ്റ്റിറ്റ്യൂട്ടില്ല മറ്റൊരു ലഹരിയില്ല. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അതിരാവിലെ എഴുന്നേറ്റ് മക്കളെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് ബ്രഷാക്കി ഇസ്തിരി വെച്ച വസ്ത്രങ്ങളെ കഴിപ്പിച്ച് ഭക്ഷണം പാകം ചെയ്ത് ടിഫിൻ ബോക്സിലാക്കി ബാഗിൽ വെച്ച് ബാഗ് തുറന്ന് വെച്ച് സ്കൂൾ ബസ്സിലേക്ക് കയറ്റി വിടുമ്പോ ഞങ്ങൾ ഓർമ്മയുണ്ടോ? ചെറിയ പ്രായത്തില് മോള് സ്കൂൾ ബസ്സിൽ ഇങ്ങനെ കയറി ബസ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കെ നിങ്ങൾ സുഹൃത്തുക്കളുമായിട്ട് ഇങ്ങനെ സല്ലപിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ബസ്സിൽ നിന്നൊന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ ആ ബസ്സിന്റെ മനോഹരമായ പ്ലെയിൻ ആ വാർത്തകൾ കാണാം. കണ്ണാടിക്കുള്ളിൽ നോക്കുമ്പോ അമ്മ ഇങ്ങനെ അവിടെ നിന്ന മുറ്റത്ത് അരോമയുടെ ബസ് നീങ്ങി ആ ബസ്സിന്റെ അവസാന ഭാഗം കാണുന്നവരെ എത്തി നോക്കുന്ന ഈ ഭൂമിയിൽ ജീവിക്കുന്ന വിസ്മയമാണ് അമ്മ. അവിടെയാണ് ഇന്ന് അനുമോദനക്ക് ഏറ്റുവാങ്ങാൻ വന്ന ഒപ്പം കുടുംബക്കാരോടൊപ്പം അല്ലെങ്കിൽ അമ്മയോടൊപ്പം വന്ന നിങ്ങളുടെ മനസ്സിനുള്ളിൽ വരുന്ന ഏറ്റവും മനോഹരമായ ലഹരികളിൽ ഒന്നാണ് അമ്മ. ലഹരികളിൽ ഒന്നാണ് അമ്മ. ഒരു ലഹരി അവിടെ ഇട്ട്. മറ്റൊരു കാര്യം പറയട്ടെ, അമ്മ ഫിഷ് കെട്ടിയുമ്പോ കൈ പൊറിഞ്ഞ് രക്തം വരും. അമ്മ അടുക്കളയിൽ പച്ചക്കറി കെട്ടിയുമ്പോ കൈ പൊറിഞ്ഞ് രക്തം വരും. രക്തത്തിന്റെ കളർ റെഡ്. ലോകത്തിലെ ഏത് കോണിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ സ്ഥിരങ്ങളിൽ ഒഴുകുന്ന രക്തത്തിന്റെ കളർ ചുവപ്പ് മാത്രമാണ് രോഗം. അത് ഞാൻ ഏത് കോണിൽ ലോകത്തിലെ മനുഷ്യന്റെ ശരീരത്തിൽ സ്ഥിരങ്ങളിൽ ഒഴുകുന്ന രക്തത്തിന്റെ കളർ ചുവപ്പായിട്ടും അരോമയുടെ ചോദ്യം ചോദിക്കാനുള്ള ശാസ്ത്രത്തിന് പോലും ഉത്തരവില്ല. എന്റെ ശരീരത്തിലെ സകല സ്ഥിരകളിലും ഒഴുകുന്ന രക്തത്തിന്റെ കളർ ചുവപ്പായിട്ടും അമ്മയുടെ അമ്മിഞ്ഞപ്പാലിൽ ഒഴുകി വരുന്ന സ്ഥിരകളിൽ രക്തത്തിന്റെ കളർ ചുവപ്പായില്ല.
അമ്മയുടെ അമ്മിഞ്ഞപ്പാലിൽ ഒഴുകി വരുന്ന സിരകളിൽ രക്തത്തിന്റെ കളർ ചുവപ്പല്ല, മാതൃത്വം എന്ന അതിമനോഹരമായ ആ ലഹരി നിറഞ്ഞതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട അരുമയെ ഇങ്ങനെ നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയുന്നത്, ഇങ്ങനെ ഊർജ്ജസ്വലതയോട് നമുക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കുന്നത്. അമ്മ എന്ന മാസ്മരികമായ പോസിറ്റീവ് ലഹരിയാണ്. വർത്തമാനകാലം നിങ്ങൾ എടുത്തു നോക്കാമേ. പഴയ കാലത്തൊക്കെ അടിയോടടിയാ വീട്ടിൽ നിന്ന് ചെറിയ കുട്ടി പോയി അച്ഛൻ എന്റെയാ, മറ്റോട് പറയുക അമ്മ എന്റെയാ, അച്ഛൻ എന്റെയാ, അമ്മ എന്റെയാ എന്ന് പറയും. അടി കഴിഞ്ഞ് ഇവരൊക്കെ വളർന്ന് വലുതായി കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒന്ന് സെറ്റായ ശേഷം അച്ഛൻ നടുവളഞ്ഞു, അമ്മ നടുവളഞ്ഞപ്പോ ഇപ്പൊ നേരെ തിരിച്ചറിയ അച്ഛൻ നിന്റെയും കൂടിയ 3 ദിവസം നീ നോക്ക്, അമ്മ നിന്റെയും കൂടിയ 2 ദിവസം നീ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷിതാക്കന്മാരെ ഷട്ടിൽ കോട്ട് പോലെ തട്ടുന്ന വർത്തമാനകാല സാഹചര്യത്തില് എന്റെ അവസാന ശ്വാസം വരെ നല്ലൊരു ജോലിക്ക് കരസ്ഥമാക്കി ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന എന്റെ പ്രിയപ്പെട്ട വസന്തമാണ്, ഹൃദയ നൊമ്പരമാണ് എന്റെ അമ്മ, എന്റെ അച്ഛൻ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. എന്ന് നമുക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെയും നിങ്ങളുടെയും അച്ഛനും അമ്മയും കൂടെ വെയിലാണ് നമ്മളെ പോയിരിക്കുന്ന തണൽ. നാളെ അമ്മയും അച്ഛനെയും നമ്മുടെ തണലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. വിസ്മയമായ ലഹരി. എന്റെ അച്ഛനെ അധികമൊന്നും കാണൂല. രാത്രി ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്ക് നമ്മൾ പഠിച്ചു കിടന്നുറങ്ങി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അച്ഛൻ ജോലിക്ക് പോയി. ആ അച്ഛ എനിക്ക് എല്ലാവരും ടൂർ പോകുന്നു, ഒരു 2000 രൂപ ആ അച്ഛ എല്ലാവരും ടൂർ പോകുന്നു പറയുമ്പോ ഇല്ല എന്ന് പറയാതെ കടം വാങ്ങി എക്സ്ട്രാ ഡ്യൂട്ടി എടുത്ത് ഒരു വെയിലത്ത് അധ്വാനിച്ച് എന്റെ പ്രിയപ്പെട്ട മകളുടെ സങ്കടം കാണാൻ കഴിയില്ല എന്ന് കരുതി 2000 രൂപ ഇങ്ങനെ തരുമ്പോ 500 രൂപ തരുമ്പോ ആ 500 രൂപയുടെ മൂല്യം, ഗന്ധം അച്ഛന്റെ വിയർപ്പിന്റെ ത്യാഗമാണ് തിരിച്ചറിയാൻ സാധിക്കണം. ഇന്നിന്റെ യുവത്വമേ, അങ്ങനെ തിരിച്ചറിവിന്റെ പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കണം. ആ തിരിച്ചറിവിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നതിന് വിഘാതം സൃഷ്ടിക്കുന്ന ന്യൂജൻ ഡ്രഗ്സിലേക്ക് നിങ്ങൾ അടിമപ്പെട്ടു പോയത് പല രൂപത്തിൽ വരും. ഏറ്റവും ഒടുവിലായി നിങ്ങൾ കണ്ടില്ലേ ബലാത്സംഗ ഗുളിക, റേപ്പ് ഡ്രങ്ക് ക്യാപ്സ്യൂള്, ഗുളിക രൂപത്തിൽ ലഹരി പദാർത്ഥങ്ങൾ ഐസ്ക്രീമും മറ്റും കലർത്തിക്കൊണ്ട് കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിൽ മറ്റൊരു സ്ഥലങ്ങളിലേക്ക് എത്തിക്കപ്പെടുന്ന പുതിയ മാഫിയകളൊക്കെ നിങ്ങൾ പത്രത്തിലൂടെ വായിച്ചിട്ടുണ്ടാവും. അത്തരം ലഹരികളിലേക്ക് നമ്മുടെ മക്കൾ ആരും മാറാൻ പാടില്ല. വീട്ടിലെത്തി കഴിഞ്ഞാൽ അമ്മയോടും അച്ഛനോടും സംസാരിക്കുമ്പോൾ വല്ലാത്തൊരു ഇഷ്ടം തോന്നണം. ഈ സാങ്കേതിക വിദ്യയോടുള്ള അഗാധമായ പ്രണയം ഒഴിവാക്കി അച്ഛനോടും അമ്മയോടും കൂടുതൽ സമയം ചെലവഴിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ കുടുംബത്തിലെ ഏറ്റവും മനോഹരമായ ലഹരി പറയാൻ നമുക്ക് സാധിക്കുമെന്നാണ് കേൾപീസിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് സ്വാഭാവികമായിട്ടോടെ എടുത്തു പറയാനുള്ളത്. ഇനി അടുത്ത പരിപാടി കൂടെ വിളി വന്നതുകൊണ്ട് തന്നെ ഞാൻ അധികം നേരിടുന്നില്ല. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സാർ, ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എന്റെയൊക്കെ സർക്കാർ സർവീസിന്റെ ഓർമ്മകളിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തലശ്ശേരി BMB ഹയർ സെക്കൻഡറി സ്കൂൾ മുന്നിൽ ഇരുന്നുകൊണ്ട് റോഡിൽ നടന്നു പോകുന്നവരെ ചേർത്ത് പിടിച്ച്, വൃദ്ധരെയാവട്ടെ കുട്ടികളെ ആവട്ടെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സംരക്ഷിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അന്ന് മാതൃകയോടുകൂടി നോട്ടി കണ്ട ഒരു ചെറുപ്പക്കാരന്റെ വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഇന്ന് ഞാൻ കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മോളെ, ഈ ക്ലാസ്സോട് അവസാനിപ്പിക്കാൻ വേണ്ടി ഏറ്റവും മനോഹരമായ ലഹരി ഇപ്പോൾ മകൾ അമ്മക്ക് നൽകും. അതാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ്. പ്രിയപ്പെട്ട അരോമ എന്ന് പറയുന്ന മോൾ അവളുടെ അമ്മയെ, അവളുടെ അച്ഛനെ ഇപ്പോൾ ചേർത്ത് പിടിച്ച് അവരുടെ രണ്ടുപേരുടെയും നെറ്റിയിലേക്ക് വാതോരാതെ മനോഹരമായ ഉമ്മ കൊടുക്കും. അതിനാണ് ലഹരി എന്ന് പറയുക. അതാണ് ജീവിതമാകുന്ന ലഹരി. ആ ലഹരിക്ക് വേണ്ടി പ്രിയപ്പെട്ട അച്ഛനെയും ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. ഒരു മാതൃകയായി മൊബൈൽ ഫോണിനെ വിളിക്കേണ്ടി വരുമോ? ലൈവാണോ? അച്ഛൻ കൊടുക്കുക. ചേർത്ത് നിന്ന് ഇതൊരു മാതൃകയാണ്. ആഹാ, മോഹിനിയാ. അപ്പൊ മോഹിനിയാട്ടത്തിലൂടെ ഇല്ല എന്തെങ്കിലും ചാൻസ് അല്ലേ മോഹിനിയാട്ടത്തിലൂടെ അല്ലെ? തനത് നൃത്ത കലാരൂപമായ കേരളത്തിന്റെ തനത് നൃത്ത കലാ മോഹിനിയാട്ടം മനോഹരമായ കലാമണ്ഡലമിലെ കല്യാണിക്കുട്ടിയൊക്കെ പഴയ കാലത്തേക്ക് ഓർമ്മയിരുന്നു. ഉടനേക്ക് കനകലെ ബാലവീശി വഴി ഗീതാകൃഷ്ണൻ കല്യാണമണ്ഡലം കല്യാണിക്കുട്ടിയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ ഓർമ്മയിരുന്നു. അതിലേക്ക് വരുന്നില്ല. ലഹരി എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിൾ ഒരു ഉദാഹരണം കാണിച്ചാൽ പറയുന്നു. മോളെ, എനിവണ് എത്ര പ്രായമായി കഴിഞ്ഞാലും ഈ വസന്തത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോ പകരം വെക്കാനില്ലാത്ത ഏറ്റവും മനോഹരമായ ലഹരി ജീവിതത്തിൽ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളെയും വിളിച്ചതിന് സമാനമാണ് അരോമ എന്ന ഗിന്നസ് റെക്കോർഡിൽ ഇടനേടി BMB ഫിലിപ്പീൻസിന്റെ അഭിമാനമായിട്ട് മാറിയ പ്രിയപ്പെട്ട മോളെ തന്നെ യാദൃശ്ചികമായി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോ അച്ഛൻ എന്ത് ചെയ്യണം? ഒരു ഉമ്മ കൊടുക്കണമെങ്കിൽ അല്പം താഴോട്ട് നിൽക്കണം. എന്റെ പ്രിയപ്പെട്ട അച്ഛ, അമ്മ ഏകദേശം മതി. ആദ്യം അച്ഛനൊരു ഉമ്മ കൊടുക്കുന്നത് കാണട്ടെ. BMB ഫിലിപ്പീൻസിനെ നോക്കട്ടെ, മടി കിട്ടോ നോക്കട്ടെ. യെസ്, ഏറ്റവും മനോഹരമായ ഇപ്പൊ ഇനി അമ്മക്ക് കൊടുക്കുന്നത് കാണട്ടെ.
ഏറ്റവും മനോഹരമായ ലഹരി. ഈ ലഹരി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഈ 81, 86 ബാച്ച് മക്കളിലൂടെ പുനർജീവിച്ചുകൊണ്ട് 81, 86 പുതിയ സാരഥികളെ ഇവിടെ തന്നെ മറ്റൊരു യോഗത്തിലൂടെ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.